Can anyone brief about last month? We gave some targets. No, anyone has done it? One by one, you can say 5 minutes. We will discuss about that. What you have done. I want to see the confident ones who did something. പറഞ്ഞോളൂ മലയാളത്തിൽ പറഞ്ഞാൽ അത് കുഴപ്പമില്ല. Let me see നിങ്ങളുടെ മലയാളം എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. ഗുഡ് ഈവനിങ് സർ. പറയൂ. കഴിഞ്ഞ ദിവസം സാർ നമ്മളോട് പറഞ്ഞു ഒരു മെന്ററിനെ കണ്ടുപിടിക്കാൻ. ആൻഡ് Yeah. മെന്റർ എന്ന് പറയുന്ന ഒരാള് നമ്മളോട് നല്ല മാർക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് മാത്രമല്ല, നമ്മുടെ ടാലന്റ് കണ്ടുപിടിച്ചിട്ട് നമ്മളോട് അതിനെ ഡെവലപ്പ് ചെയ്യാനും നമ്മുടെ കോൺഫിഡൻസ് ലെവൽ ഇൻക്രീസ് ചെയ്യാനും നമ്മൾ എല്ലാ കാര്യത്തിലും സപ്പോർട്ട് Who ചെയ്യുന്ന is talking? വ്യക്തിയാണ്. എനിക്ക് ഈ ആളിനെ കാണാൻ പറ്റുന്നില്ല. ആരാണ് സംസാരിക്കുന്നത്? സർ ഞാനാണ് ഫിദ. ഓക്കെ പറയാം. അപ്പൊ നമ്മുടെ ടാലന്റ് അനുസരിച്ച് അതിനെ ഇംപ്രൂവ് ചെയ്യുന്ന, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാവാൻ ആയിരിക്കണമെന്ന് സാർ പറഞ്ഞു. ഇതിനെ പറ്റിയാണ് പറഞ്ഞത്. എന്നിട്ട് ആരെങ്കിലും കിട്ടിയാ ഒരു മെന്ററായിട്ട്? ഞാൻ പറഞ്ഞിരുന്നു ലാസ്റ്റ് ക്ലാസ് എന്റെ മദറാണ് എന്റെ മെന്റർ എന്ന്. ഓക്കെ ഗുഡ്. നെക്സ്റ്റ് വൺ ആരാ ഉള്ളത്? പറയൂ. വേറെ ഒരു ജസ്റ്റ് ഒരു റിഫ്രഷ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ഓക്കെ, ദിസ് ഈസ് വെരി ബാഡ്. നിങ്ങൾക്ക് ഒരു അവസരം കിട്ടിയിട്ട് ആരും സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ദാറ്റ് മീൻസ് യുവർ കോൺഫിഡൻസ് ലെവൽ വളരെ താഴെയാണെന്ന്. നിങ്ങൾ ഈ പരീക്ഷയ്ക്ക് 100 ഔട്ട് 100 വാങ്ങിയിട്ട് A+ മൊത്തം വാങ്ങിയിട്ടൊന്നും കാര്യമില്ല കേട്ടാ. ഇതേപോലുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പം if you cannot open your mouth or come forward, അത് ഭയങ്കരം കോൺഫിഡൻസ് ലെവലിലായ്മ കാണിക്കുന്നു. നിങ്ങൾ എന്ന് ലൈഫില് എവിടെ വിൻ ചെയ്യണമെങ്കിൽ ആദ്യം എന്താ വേണ്ടത്? കോൺഫിഡൻസ് അല്ലേ? പറയൂ ജോലേ, എങ്ങനെയുണ്ട്? എന്ത് ചെയ്തു ലാസ്റ്റ് 1 month? എന്തെങ്കിലും ചെയ്തായിരുന്നോ? ലാസ്റ്റ് മന്ത് എനെ കുറിച്ച് കുറച്ച് വീഡിയോകളൊക്കെ കണ്ടായിരുന്നു. ഓക്കെ, എന്നിട്ടോ എനിത്തിങ് യു അപ്ഗ്രേഡഡ്? ഞാൻ സ്കൂളിന്റെ അസൈൻമെന്റ്സിനും ഹോംവർക്കിനൊക്കെ കൂടുതൽ ചാറ്റ് ജിപിനെയും കുറെ ഉപയോഗിക്കാനൊക്കെ തുടങ്ങി. ഓക്കെ, സ്കൂളില് മാഷന്മാരൊക്കെ പറയും ചാറ്റ് GPT ഉപയോഗിക്കരുത്, അത് ഉപയോഗിക്കരുത്. അത് സ്കൂളിലെ കാര്യം. നമ്മളൊരു സപ്ലിമെന്ററി സാധനം ചെയ്യുന്നത്. അപ്പൊ നമ്മള് ഇതെല്ലാം മാക്സിമം എന്തൊക്കെ ടെക്നോളജി അവൈലബിൾ ആയിട്ടുണ്ടോ അതെല്ലാം നമ്മൾ യൂസ് ചെയ്യണം. യൂസ് ചെയ്തിട്ട് കാര്യം, വി ആർ ഗോയിങ് ടു ലീവ് ഇൻ എ വേൾഡ് ഓഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ നമ്മൾ കഴിയാൻ പോവാണ്. അവിടെ ഇതൊക്കെ നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് പുറകിലേക്ക് പോകും. അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ പല ടീച്ചേഴ്സും ഇപ്പോഴും അതിലേക്ക് വന്നിട്ടില്ല. ശരിയല്ലേ? അപ്പം നിങ്ങളുടെ ടീച്ചേഴ്സിനേക്കാളും സ്മാർട്ട് ആവണ്ടേ? നിങ്ങളുടെ പേരൻസിനേക്കാളും സ്മാർട്ട് ആവണ്ടേ? അപ്പം നിങ്ങൾ കോൺഫിഡന്റ് ആയിട്ട് ആരെങ്കിലും പറയും ഇതൊന്നും ഉപയോഗിക്കരുത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പറയുക, നോ, ഇൻ ഫ്യൂച്ചർ വി ആർ ഗോയിങ് ടു ലീവ് ഇൻ ദ വേൾഡ് ഓഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. നമ്മള് ഏക്കാളും വൺ ലെവൽ അപ്പുറം നിൽക്കണമെങ്കിൽ നമ്മൾ ഇതെല്ലാം അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ അവർ കോമ്പറ്റേറ്റേഴ്സ് വിൽ നമ്മളെക്കാളും മുന്നിൽ പോകും. അതുകൊണ്ട് എന്ന് കരുതി നിങ്ങളുടെ സ്കൂളിൽ പറയുന്ന ഹോംവർക്ക് ഒക്കെ ചെയ്യാനായിട്ട് അത് ഉപയോഗിക്കേണ്ട. അത് സ്കൂളിലെ സിസ്റ്റം വേറെയാണ്. നമ്മളിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഇറ്റ്സ് എ പാരലൽ എഡ്യൂക്കേഷൻ സിസ്റ്റമാണ്. നമ്മൾ സ്കൂളിൽ പഠിപ്പിക്കുന്നതായിട്ട് ഒരു ബന്ധമില്ല. സ്കൂളിൽ നമ്മൾ തൊടുന്നില്ല. അത് നിങ്ങൾ എങ്ങനെയാന്ന് വെച്ച് ചെയ്തുകൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ. എവറി ഡേ നിങ്ങൾ ട്യൂഷനൊക്കെ മോർ ദാൻ 1 hour ഒക്കെ കളയാറില്ലേ? അതുപോലെ ജസ്റ്റ് സ്പെൻഡ് 1 hour. നമ്മുടെ ഈ ഒരു എക്സസൈസിനകത്ത് യു സ്പെൻഡ് ഓൺലി 1 hour എക്സ്ട്രാ. അത് വി വിൽ ഗോ ഇൻ എ വേറൊരു ട്രാക്കിൽ നമ്മൾ അങ്ങോട്ട് പോയിട്ട് വി വിൽ മോൾഡ് അവർ സെൽഫ് ആസ് എ ടോട്ടലി ഡിഫറെന്റ് പേഴ്സൺ. എൻഡ് ഓഫ് ദ ഡേ അതിന് ഒരൊറ്റ പർപ്പസേ ഉള്ളൂ. നിങ്ങൾ എവിടെ പോയാലും നിങ്ങൾക്ക് മറ്റുള്ളവരെക്കാളും കോൺഫിഡൻസ് വേണം. ഈ കോൺഫിഡൻസ് ഇന്ന് തന്നെ ഞാൻ ചോദിക്കുമ്പോൾ പലരും ആൻസർ പറയാത്തതിന്റെ മെയിൻ റീസൺ ഇതാണ്. യു ഡോണ്ട് ഹാവ് ദ കോൺഫിഡൻസ്. നിങ്ങൾക്ക് കോൺഫിഡൻസ് ലെവൽ വളരെ താഴെയാണ്. അത് നമുക്ക് ബിൽഡപ്പ് ചെയ്യണം. നാളെ അടുത്ത മാസം ഞാൻ ഇത് ചോദിക്കുമ്പം ഒരു 3 പേരെങ്കിലും ഒരുമിച്ച് ചാടി വീഴണം ആൻസർ പറയാനായിട്ട്. അതാണ് ദാറ്റ് ഷോസ് യുവർ കോൺഫിഡൻസ്. ഓക്കെ, അപ്പൊ ഓക്കെ. പിന്നെ എന്താണ് കഴിഞ്ഞ മാസത്തെ അസൈൻമെന്റ്സ്? ഒരു 5 അസൈൻമെന്റ് തന്നിരുന്നില്ലേ? കരിയർ ഡിസൈൻ ഉണ്ട്, റിസർച്ച് വീഡിയോസ് ഒക്കെ എല്ലാവരും കണ്ടിരുന്നു. എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഉള്ള ഏത് കരിയറിൽ നിന്ന് കണ്ടുപിടിക്കാനായിട്ട് ആരെങ്കിലും ഒരു നെക്സ്റ്റ് 1 year or 2 year ഗോൾസ് എന്തെങ്കിലും സെറ്റ് ചെയ്തിട്ടുണ്ടോ? എന്തെങ്കിലും ഐ ഷുഡ് ഡു സംതിങ് ഫോർ ദ നെക്സ്റ്റ് 1 year ഞാൻ ആരെങ്കിലും ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ടോ? എനിക്ക് പൈലറ്റ് ആണ്. അതിനെ കുറിച്ച് മോർ പഠിക്കാനുള്ള ഒരു ഗോളാണ് ഞാൻ അടുത്ത വർഷത്തേക്ക് സെറ്റ് ചെയ്തത്. എന്ത് പഠിക്കാനാണ്? പൈലറ്റ്. ഓക്കെ.
എത്ര വീഡിയോ ഉണ്ട് പൈലറ്റ് ആവാനുള്ള എത്ര വീഡിയോ കഴിഞ്ഞ ഒരു മാസത്തിൽ കണ്ടത്? Due to traveling, I couldn't watch more than I think I watched 5. Then അഞ്ചെണ്ണം കണ്ടു. ആ ഓക്കെ റൈറ്റ്. എന്നിട്ട് യു ഗോട്ട് മോർ ഇൻഫർമേഷൻ അബൌട്ട് ഹൗ ടു ബിക്കം എ പൈലറ്റ് ഓർ എയറോനോട്ടിക്കലിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പഠിച്ചോ ഈ 5 വീഡിയോസ്? Yes, sir. ഓക്കെ, നമ്മൾ ഇന്ന് ഈ ഒരു സെഷൻ ഈസ് നോട്ട് ലൈക്ക് നോർമൽ സെഷൻ അല്ല ഇത്. അതുകൊണ്ടാണ് വി മേഡ് ഇറ്റ് ഇൻ മലയാളം. ഒരു സബ്ജക്ട് തന്നിട്ടില്ല. വാട്ട് ഇസ് സബ്ജക്ട് ഫോർ ദ ഈ ഒരു മോഡൽ ചൈൽഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാൻ എനിവൺ ടോക്ക് ഫോർ എ മിനിറ്റ്? വാട്ട് ഈസ് യുവർ കൺസെപ്റ്റ് അബൌട്ട് എ മോഡൽ ചൈൽഡ്? എന്താ പറയും? മലയാളത്തിൽ പറഞ്ഞാൽ മതി. നമ്മൾ പറയത്തില്ല റോൾ മോഡൽ എന്നൊക്കെ പറയത്തില്ലേ ചിലര്? ആ കുട്ടി ഞങ്ങളുടെ റോൾ മോഡലാണെന്നൊക്കെ പറയില്ലേ? എന്താണ് ഈ റോൾ മോഡൽ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒരു കൺസെപ്റ്റ് പറയും? ആ പറയും. നമ്മൾ ഒരാളുടെ someone you look up to. നമ്മള് ഇപ്പൊ ഒരാള് എക്സാമ്പിൾ യൂസ് സോണ്ടർ സർ. ഇപ്പൊ എനിക്ക് സോണ്ടർ സാറിനെ പോലെ ആവണം. ലൈക്ക് എനിക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെ ഒരു ലുക്ക് അപ്പ് ടു പേഴ്സൺ ആയിട്ടാണ് എന്റെ. ഓക്കെ, അത് റോൾ മോഡൽ. ഓക്കെ, നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ ഇടയിൽ, നിങ്ങളുടെ സ്കൂളിലൊക്കെ ഉള്ള ചില കുട്ടികളില്ല, എല്ലാരും പറയും എവറി വൺ സേ ദിസ് ബോയ് ഇസ് എ വെരി മോഡൽ ബോയ്. ഓക്കെ, നമ്മുടെ പേരൻസ് തന്നെ ചിലപ്പം പറയത്തില്ല യു ജസ്റ്റ് ലുക്ക് അറ്റ് ദാറ്റ് ബോയ്, ഹീസ് വെരി എന്താണ് ഭയങ്കര ഒരു മോഡലാണ്, വൈ കോണ്ട് യു ബി ലൈക്ക് ദാറ്റ് എന്നൊക്കെ പറയാറില്ലേ? അങ്ങനെ അവനെ പോലെ ആവണമെന്നൊക്കെ പറയാറില്ലേ? അങ്ങനെ ഉള്ള ഒരു മോഡൽ ബോയ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് ആ കുട്ടിക്ക് വേണ്ടത് നിങ്ങളുടെ ഒരു കൺസെപ്റ്റില്? അങ്ങനെ ഒരാൾക്ക് നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി വേണം. പിന്നെ ഒരു സ്കൂളിലെ ചില ആക്ടിവിറ്റീസിലൊക്കെ അയാള് പങ്കെടുത്താൽ മറ്റുള്ളവർക്കും അതൊരു പ്രബോധനമായിരിക്കും. ഓക്കെ, സോ മറ്റുള്ളവരുടെ എക്സ്പെക്ടേഷൻസ് മീറ്റ് ചെയ്യാൻ പറ്റണം. പിന്നെ കോൺഫിഡന്റ് പേഴ്സൺ. നിങ്ങളുടെ ഈ പേരൻസ് പലപ്പോഴും നിങ്ങളെ ചീത്ത പറയില്ലേ ഓരോന്ന്? അത് എന്താ അതുപോലെ ആവാത്ത, ഇതുപോലെ ആവാത്ത. അപ്പൊ നിങ്ങള് ഒരു നല്ലൊരു നിങ്ങളുടെ ഒരു പേരൻസിന്റെ എക്സ്പെക്റ്റഡ് ചൈൽഡ് ആയി കഴിഞ്ഞാല് ചീത്ത കേൾക്കും ഇല്ലല്ലോ? അപ്പൊ അത് അവരുടെ എക്സ്പെക്ടേഷനിൽ എത്തണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? അതായത് പേരൻസിനെ ചീത്ത കേൾക്കാതിരിക്കണമെങ്കിൽ, അടി കിട്ടാതിരിക്കണമെങ്കിൽ, ഇടയ്ക്കൊക്കെ കിട്ടാറില്ല, അടിയൊക്കെ കിട്ടാറില്ല, ചീത്തയൊക്കെ കേൾക്കാറില്ല, വഴക്ക് പറയാറില്ലേ പേരൻസ്? അപ്പൊ നിങ്ങൾ എന്തെങ്കിലും കുരുത്തക്കേട് കാണിക്കുമ്പോഴല്ലേ അതൊക്കെ ചെയ്യുന്നത്? അപ്പൊ ചെയ്യാതിരിക്കണമെങ്കിൽ നിങ്ങൾ നല്ല ഒരു കുട്ടിയാണെങ്കിൽ ഇതൊന്നും ചെയ്യില്ലല്ലോ. പേരൻസ് എപ്പോഴും പറയില്ല എന്റെ മോനെ നല്ലതാണ്, എന്റെ മോള് നല്ലതാണ്, എല്ലായിടും ചെന്ന് പറയില്ലേ? അങ്ങനെ പറയുന്ന കുറച്ച് ക്വാളിറ്റീസ് പറഞ്ഞേ. ഞാൻ നിങ്ങൾക്ക് ഒരു അസൈൻമെന്റ് തന്നിരുന്നു, ഒരു 100 ക്യാരക്ടർ ഡെഫിഷ്യൻസി ചെക്ക് ചെയ്യാൻ പറഞ്ഞിരുന്ന ഒരു ചെക്ക് ലിസ്റ്റ് തന്നിരുന്നോ? ക്യാരക്ടർ ഡെഫിഷ്യൻസിയുടെ ഒരു 100 പോയിന്റ് ഉള്ള തന്നിരുന്നോ? ഇല്ല. ഓക്കെ, അത് ഞാൻ ഇന്ന് തരാം. ഓക്കെ, ഞാൻ വിളിച്ചു നേരത്തെ ഞങ്ങളുടെ കരിയർ ഡിസൈൻ ക്ലബിൽ അത് ഞാൻ അവർക്ക് അയച്ചിരുന്നെന്ന് തോന്നുന്നു. അത് അവര് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് നമുക്ക് ഇന്ന് തരാം. അപ്പം വേറെ എന്തെങ്കിലും പോയിന്റ് ഉണ്ടോ? ആർക്കെങ്കിലും പറയാം. ഇപ്പൊ നിങ്ങളുടെ ബ്രെയിൻ ഇങ്ങനെ സ്റ്റിമുലേറ്റ് ചെയ്യാണ്. നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഐഡിയ ഉള്ളത്? ആർക്കെങ്കിലും വേറെ സംസാരിക്കാം. നല്ലൊരു മോഡൽ ബോയിയോ ഗേളോ ആണെങ്കിൽ വാട്ട് ആർ ദ തിങ്സ് യു നീഡ് ടു ഹാവ്? ക്വാളിറ്റീസ് വേണ്ടേ? സർ, ഒരു നല്ല ഒരു മോഡൽ ചൈൽഡ് ആവണമെങ്കിൽ യു നീഡ് ടു ബി എ ഗുഡ് പേഴ്സൺ. അതായത് കൈൻഡ് ആവണം, കള്ളം പറയരുത്, എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറണം. അതാണ് ഒരു മോഡൽ ചൈൽഡ് എന്ന് പറയുന്ന സാധനം. ഓക്കെ, വെരി ഗുഡ്. അടുത്ത ആളാണ്. അടുത്ത പറയൂ, വേറെ 2-3 പോയിന്റ്സ് പറയൂ. ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാക്കാം നമുക്ക്. ആക്ച്വലി ഒരു നല്ല ക്യാരക്ടർ ആവണമെങ്കിൽ നമ്മുടെ എല്ലാ ഉള്ളിൽ ക്യാരക്ടർ ഡെഫിഷ്യൻസീസ് ഉണ്ട്. അതൊക്കെ ഓരോന്ന് മാറുമ്പോഴും നമ്മൾ നന്നായിക്കൊണ്ടിരിക്കും. നമ്മുടെയൊക്കെ ഉദ്ദേശം എന്താണ്? ലൈഫിൽ ഏറ്റവും നല്ലൊരു റോൾ മോഡൽ ആവണം എല്ലാവർക്കും. നാളെ നിങ്ങളെ പേരൻസ് ആകുമ്പോൾ നിങ്ങളുടെ കുട്ടികൾ നിങ്ങളെ നോക്കിയിട്ട് നിങ്ങൾ നല്ലൊരു റോൾ മോഡലായിട്ട് തോന്നണം. നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ നിങ്ങളെ നല്ല ഒരു മോഡലായിട്ട് കാണും. അഭിമാനം തോന്നണം നിങ്ങൾ നല്ലൊരു കുട്ടിയാണ്. അതിന് പക്ഷെ നിങ്ങൾ പരീക്ഷയ്ക്ക് 100 ഔട്ട് ഓഫ് 100 വാങ്ങുക. പക്ഷെ നിങ്ങളുടെ ബിഹേവിയർ പാറ്റേൺ മൊത്തം മോശമാണെങ്കിൽ നിങ്ങളൊരു നല്ല കുട്ടിയാവും ഇല്ലല്ലോ. അപ്പൊ പരീക്ഷയുടെ മാർക്ക് മാത്രമല്ല,
അപ്പോൾ നമുക്ക് വേറെ ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട്. ഇനിയിപ്പം നിങ്ങളിപ്പം പരീക്ഷയ്ക്ക് 100 ഔട്ട് ഓഫ് 100 വാങ്ങുന്നില്ല, യു ആർ ഓൺലി ആൻ ആവറേജ് സ്റ്റുഡന്റ്. എല്ലാവർക്കും 100 ഔട്ട് ഓഫ് 100 ഒന്നും വാങ്ങാൻ പറ്റില്ലല്ലോ, അല്ലേ? ശരിയല്ലേ? നമ്മുടെ ഇപ്പോഴത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ 100 ഔട്ട് ഓഫ് 100 വാങ്ങണമെങ്കിൽ അത് ബേസിക്കലി മെമ്മറി ടെസ്റ്റ് ആണ് കൂടുതൽ നടക്കുന്നത്. അപ്പൊ അതിനകത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും ആ ഒരു മെമ്മറി ഒന്നും കാണില്ല. അപ്പം പലപ്പോഴും നിങ്ങളുടെ ആവറേജ് എബോ ആവറേജ് ഒക്കെ ആയിരിക്കും ചിലപ്പം പലരും. എന്ന് കരുതി നിങ്ങൾ ആരും മോശക്കാരില്ല, നിങ്ങൾ നല്ലൊരു ക്യാരക്ടർ ആയിരിക്കും. അപ്പം നമ്മളുടെ ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പരീക്ഷയ്ക്ക് 100 ഔട്ട് ഓഫ് 100 വാങ്ങില്ല. അത് നിങ്ങളുടെ ടീച്ചേഴ്സ് അവിടെ നോക്കിക്കോളും, നിങ്ങൾക്ക് പഠിപ്പിക്കുക. അത് പരീക്ഷ അതല്ല നമ്മളുടെ ഉദ്ദേശം. നമ്മുടെ ഈ ഒരു 1 അവർ എന്ന് പറഞ്ഞാല് നിങ്ങളെ നല്ലൊരു ക്യാരക്ടറായിട്ട് മോൾഡ് ചെയ്തുകൊണ്ട് വരികയാണ്. ബക്കറ്റിനകത്ത് കുറേ ഓട്ടയുള്ള ബക്കറ്റിൽ നമ്മൾ വെള്ളം നിറച്ച് നിൽക്കത്തില്ലല്ലോ. അപ്പം ഇതെല്ലാം ഈ നിങ്ങളുടെ ഓരോ ക്യാരക്ടർ ഡെഫിഷ്യൻസിയും നിങ്ങളുടെ ഈ ബക്കറ്റിനകത്ത്, പേഴ്സണാലിറ്റി ബക്കറ്റിനകത്ത് ഡ്രെയിൻ ഹോൾസ് ആണ്. അപ്പൊ നമുക്ക് ഓരോ ഡ്രെയിൻ ഹോൾ ആയിട്ട് നമുക്ക് മെല്ലെ അടയ്ക്കാം. മനസ്സിലായില്ലേ? അപ്പൊ അടച്ചടച്ച് വരുമ്പോഴത്തേക്ക് നിങ്ങളുടെ ക്യാരക്ടർ ബക്കറ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ഒരു ക്യാരക്ടറായിട്ട് മാറും. എവ്രി വൺ വിൽ ലൈക്ക് യു, എവ്രി വൺ വിൽ ലവ് യു. നിങ്ങളുടെ പേരൻസ് ഒക്കെ എന്ന് വെച്ചാൽ നിങ്ങളെ കുറിച്ച് മാത്രമേ പിന്നെ പറയത്തുള്ളൂ. നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ എപ്പോഴും എവിടെ പോയാലും പറയും എനിക്ക് നല്ലൊരു ഫ്രണ്ട് ഉണ്ട്, വെരി ഗുഡ് ക്യാരക്ടർ. പക്ഷെ അത് വളരെ ഈസി ആയിട്ട് നിങ്ങൾ പലപ്പോഴും നമ്മൾ അതിൽ ഫോക്കസ് ചെയ്യാത്തതുകൊണ്ട് പറ്റുന്നതാണ്. യു ക്യാൻ ഈസിലി ചേഞ്ച് യുവർ ക്യാരക്ടർ. അപ്പം നമുക്ക് അതിന് അധിക സമയമൊന്നും വേണ്ട. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു ക്യാരക്ടർ മാറ്റിയെടുക്കാനായിട്ട് യു ജസ്റ്റ് ഒരു കാര്യം ഒരു 1 മന്ത് അങ്ങോട്ട് പ്രാക്ടീസ് ചെയ്താൽ മതി. അത് ഇന്നിപ്പോ നാളെ തൊട്ട് ഒരു ക്യാരക്ടർ ചേഞ്ചിന് വേണ്ടി നിങ്ങൾ ഫോക്കസ് ചെയ്തിട്ട് ഓക്കെ ഈ മാസം കൊണ്ട് ഞാൻ എൻ്റെ ഈ ക്യാരക്ടർ ഡെഫിഷ്യൻസി മാറ്റുമെന്ന് പറയുന്നത് യു ജസ്റ്റ് ഫോക്കസ്. അപ്പൊ സയന്റിഫിക്കലി പറയുന്നത് നമ്മളൊരു 22 ഡേയ്സ് ഒരു കാര്യം കണ്ടിന്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ബിക്കംസ് അവർ ഹാബിറ്റ് എന്നാണ്. അപ്പൊ ഒരു മാസം 22 ഡേയ്സ് ഇല്ലേ? അപ്പൊ അതിനകത്ത് നിങ്ങൾ 3-4 ദിവസം വിട്ടുപോയാലും കുഴപ്പമില്ല. പക്ഷെ ഒരു മാസം നിങ്ങളിത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാസം കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ നിങ്ങളുടെ ക്യാരക്ടർ കറക്റ്റ് കൊണ്ടുവരിക. ഇതിന് നിങ്ങൾക്ക് റോക്കറ്റ് ടെക്നോളജി ഒന്നും വേണ്ട, നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് പഠിക്കുന്ന പോലെ ഒന്നും ചെയ്യേണ്ട. നമ്മൾ സ്വയം ചെയ്താൽ മതി. ഇതിന് വേറെ ആരും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ട. അതുപോലെ തന്നെ ഇതിന് നിങ്ങൾ യു ആർ നോട്ട് കോമ്പീറ്റിംഗ് വിത്ത് അനദർ പേഴ്സൺ, യു ആർ കോമ്പീറ്റിംഗ് വിത്ത് യുവർ സെൽഫ് ഓൺലി. അതാണ് ലൈഫിൽ നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത്. നിങ്ങൾ ഈ ഭൂമിയിൽ വന്നിരിക്കുന്നത് നിങ്ങളായിട്ട് ജീവിക്കണം. കാര്യം യു ആർ ആൻ ഇൻഡിവിജ്വൽ. നിങ്ങളെ പോലെ ഈ ലോകത്തിൽ ഇനി വേറെ ആരും ഇല്ല. അപ്പൊ നിങ്ങൾ എന്തിനാണ് വേറൊരാളുമായിട്ട്? ഇപ്പൊ കാട്ടിൽ ഒരുപാട് മൃഗങ്ങളുണ്ട്, സിംഹമുണ്ട്, കടുവയുണ്ട്, കരടിയുണ്ട്, എല്ലാരും ഉണ്ട്. എല്ലാരും അവിടെ ജീവിക്കുന്നുണ്ട്. സിംഹം കരടി ആവാനും നോക്കത്തില്ല, കരടി സിംഹം ആവാനും നോക്കത്തില്ല. കരടി കരടിയായിട്ട് ജീവിക്കണം. മനസ്സിലായില്ലേ? അതുപോലെ നമ്മളെല്ലാവരും ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ആണ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ എവറി ഡേ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യണം, നമ്മുടെ ക്യാരക്ടർ ഇമ്പ്രൂവ് ചെയ്യണം. അങ്ങനെ ഇമ്പ്രൂവ് ചെയ്ത് അതിന് 100 അല്ല. ഇപ്പൊ നമ്മളിപ്പോ ഒരു ക്യാരക്ടർ ഡെഫിഷ്യൻസിയുടെ ഒരു ചെക്ക് ലിസ്റ്റ് ഞാൻ ഇന്ന് തരാം. അത് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ ഒരു മാർക്ക് ഇടുക അതിനകത്ത്. ഓരോ പോയിന്റ് എടുത്തില്ല 10-ലോ 100-ലോ അങ്ങനെ നിങ്ങൾ അതിനൊരു മാർക്ക് ഇടുക. ഓരോന്നിനും വിട്ടിട്ട് അത് നിങ്ങളെ കുറിച്ച് തന്നെ ഒരു സെൽഫായിട്ടൊരു സാധനം ചെയ്യാം. എന്നിട്ട് യു ഗീവ് ഇറ്റ് യുവർ ക്ലോസ് ഫ്രണ്ടിന്റെ അടുത്ത് പറയാ എന്റെ ക്യാരക്ടറിനെ കുറിച്ച് ഈ 100 പോയിന്റ്സിൽ ഒരു മാർക്ക് ഇട്ട് തരുമെന്ന് ചോദിക്കുക. വേണമെങ്കിൽ നിങ്ങളുടെ പേരൻസിന് ഒരു ഷീറ്റ് കൊടുക്കുക. ഇത് ചോദിച്ചിട്ട് ഇത് 3 ഇങ്ങനെ വെച്ച് നോക്കുക എങ്ങനെയുണ്ട് അനാലിസിസ്. നിങ്ങളുടെ പ്രോബ്ലംസ് നിങ്ങൾക്ക് തന്നെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ ഈസിയാണ് അത് കറക്റ്റ് ചെയ്യാൻ. ബോസെ, ക്യാരക്ടർ ഡെഫിഷ്യൻസിനെ കുറിച്ചിട്ട് May 7th എല്ലാം 3 ഗ്രൂപ്പിൽ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. അവര് വിട്ടുപോയതാണ്. അതെയോ? ഓക്കെ. 100 പോയിന്റ്സ് നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. അത് ഗ്രൂപ്പിൽ ചെക്ക് ചെയ്ത് അവർക്ക് കിട്ടും. അപ്പൊ ഇവരൊക്കെ ചെയ്തോ? അതിന്റെ അസൈൻമെന്റ് ആയിട്ട് വല്ലതും ചെയ്തിട്ടുണ്ടോ ക്യാരക്ടർ ഡെഫിഷ്യൻസി? ഇല്ല, നമ്മൾ ഇതിനെ കുറിച്ച് ഷെയർ ചെയ്തിട്ടേ ഉള്ളൂ. ഓക്കെ, ചെയ്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ, ദെൻ ആ ലിസ്റ്റ് അതിപ്പോ ഈ ഒരു നെക്സ്റ്റ് 1 മന്ത് ഇവർ ചെയ്യേണ്ട ഒരു അസൈൻമെന്റ് ആണ് ഈ ക്യാരക്ടർ ഡെഫിഷ്യൻസി. അപ്പൊ നമുക്ക് എടുപിടിയൊന്നും മാറ്റണ്ട. നമുക്ക് ഈ വർഷം കൊണ്ട് നമ്മൾ ആനുവലി ആയിരിക്കും ഇതിന്റെ ഒരു അനാലിസിസ് നടത്തുന്നത്. അപ്പൊ നിങ്ങൾക്ക് സമയമുണ്ട്. നിങ്ങൾ ഓരോന്നായിട്ട് എടുത്തിട്ട് ഓരോ പോയിന്റ് എടുത്തിട്ട് ഈ ആഴ്ച ഒരെണ്ണം തുടങ്ങുക. അപ്പൊ അത് ഒരു മാസം പ്രാക്ടീസ് ചെയ്യുക. നെക്സ്റ്റ് വീക്ക് നിങ്ങൾ വേറൊരു പോയിന്റിൽ ഫോക്കസ് ചെയ്യുക. അത് ഒരു മാസം പ്രാക്ടീസ് ചെയ്യുക. ഇങ്ങനെ പോകുമ്പോൾ നമുക്കൊരു ഈ വർഷം എന്റെ ആകുമ്പോഴേക്കും നമുക്ക് ഒരു 50 നിങ്ങളുടെ ക്യാരക്ടർ ഡെഫിഷ്യൻസീസ് കറക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ അത് ഏത് വേണോ ആദ്യം എന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ചെക്ക് ലിസ്റ്റ് വെച്ചിട്ട് നിങ്ങൾ സ്വയം ഒരു മാർക്ക് ഇടുക. അതിനും അധിക സമയമൊന്നും വേണ്ട. ഒരു ഹാഫ് ആൻ അവർ അല്ലെ 1 അവർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വയം ഒരു സെൽഫായിട്ട് ഇത് ചെയ്യാൻ പറ്റും. പിന്നെ വേറൊരാൾക്ക് കൊടുത്തിട്ട് അത് ചെയ്യുക, എന്നിട്ട് കമ്പയർ ചെയ്യുക. ഇത് കഴിയുമ്പോഴത്തേക്ക് ഏതൊക്കെയാണ് പ്രോബ്ലം ഉള്ളതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും, അല്ലെങ്കിൽ നിങ്ങളുടെ പേരൻസ് പറഞ്ഞു തരും. അപ്പൊ അവിടെ അതിനെ ബേസ് ചെയ്ത് അതെനിക്ക് കറക്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മെല്ലെ കറക്റ്റ് ചെയ്യുക. അതായത് നിങ്ങൾ ഭയങ്കര ഇൻട്രോവേർട്ട്, ആരുടെ സംസാരിക്കില്ല, ക്ലാസ്സിൽ പോയി കഴിഞ്ഞാൽ മിണ്ടാതിരിക്കും, അങ്ങനെ ഒരു സ്വഭാവമാണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുന്നത്? നിങ്ങൾ പറയാം ഓക്കെ ഞാൻ ഈ മാസം കൊണ്ട് എന്റെ ആ സ്വഭാവം മാറ്റാൻ പോവാണ്. നിങ്ങൾ ചെന്നിട്ട് യു വിൽ സ്റ്റാർട്ട് അങ്ങോട്ട് ആരോടെങ്കിലും സംസാരിക്കും.
ഹായ് ഞാൻ ഇന്ന ആളാണ്, എന്താ പേര് എന്ന് പറഞ്ഞ് സംസാരിച്ചു തുടങ്ങും. അപ്പം നിങ്ങൾ ഡെയിലി ഒരു 3-4 പേരെ എടുത്ത് സംസാരിച്ചു തുടങ്ങും. ചിലരുണ്ട് ആരെ കണ്ടു കഴിഞ്ഞാലും ഒരു ചിരിക്കത്ത് പോലും ഇല്ല. ഈ ചിരിക്കുന്നതിന് നമുക്ക് വല്ല നഷ്ടമുണ്ടോ? ഒരാളെ നോക്കി ചിരിക്കാൻ. വി ആർ നോട്ട് പേയിങ് എനിത്തിങ്, നമുക്ക് അതിന് ടാക്സ് കൊടുക്കണ്ട. നമ്മുടെ ഏറ്റവും വലിയ അസറ്റ്സിൽ ഒന്നാണ് നമ്മുടെ ഫേസിലെ നല്ല ഒരു ചിരി ചിരിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇപ്പൊ ചിരിക്കുമ്പോൾ നിങ്ങൾക്ക് സന്തോഷമില്ലേ? അതുപോലെ നമ്മുടെ ഫേസിൽ നമുക്ക് വെറുതെ കൊണ്ടുവരാവുന്ന ഒരു എക്സ്പ്രഷനാണ് സ്മൈൽ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് പരിചയമുള്ളവരെ കാണുമ്പോഴും ചിരിക്കാം, പരിചയമില്ലാത്തവരെയൊക്കെ കാണുമ്പോൾ ചിരിക്കാം. അപ്പം നിങ്ങൾക്ക് തന്നെ തോന്നും. അപ്പൊ നിങ്ങളുടെ ക്യാരക്ടർ അനാലിസിനകത്ത് നിങ്ങൾ ആരെ നോക്കിയാലും നിങ്ങളുടെ ഫേസിൽ അങ്ങനെ ഒരു ഇത് തോന്നില്ല എന്നുണ്ടെങ്കിൽ, ആരെങ്കിലും പറയുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യാവുന്ന എന്താണ്, ഞാൻ ഈ ഒരു നെക്സ്റ്റ് മന്ത് തൊട്ട് എല്ലാ ദിവസവും ആരെ കണ്ടു കഴിഞ്ഞാലും ഹായ്, ഒന്ന് ഹായ് പറയുക, അല്ലെങ്കിൽ ചിരിക്കും. അതുകൊണ്ട് നമുക്ക് ദർ ഇസ് നത്തിങ് ടു ലൂസ്, റൈറ്റ് അല്ലേ? അപ്പൊ നമ്മളൊരു ഒരാളെ നോക്കി എപ്പോഴും ചിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു കിട്ടും. മനസ്സിലായില്ലേ? ഇറ്റ്സ് കോൾഡ് കർമ്മ. നമ്മൾ എന്ത് ചെയ്താലും നമുക്ക് തിരിച്ചു കിട്ടുന്നത് ഈ ന്യൂട്ടൺസ് തേർഡ് ലോ പോലെയാണ്. ഫോർ എവറി ആക്ഷൻ ദർ ഇസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ പോലെയുള്ള ഒരു എഫക്റ്റ് ആണ് കർമ്മ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കത് കിട്ടും. ഇറ്റ്സ് ഒരു ബാലൻസ്ഡ് സ്റ്റേറ്റ് ആണ്. നമ്മൾ 100 പേരെ നോക്കി ചിരിച്ചാൽ നമ്മുടെ 100 പേര് നോക്കി ഇരിക്കും. അതൊരു വേൾഡ് ഒരു എന്താണ്, ഒരു ബാലൻസിങ് തിയറിയാണ്. അപ്പം നമ്മൾ അങ്ങനെയുള്ള ഓരോ ക്യാരക്ടർ ഡെഫിഷ്യൻസീസും നമുക്ക്, അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പേരൻസിന് ചോദിക്കുക, ഇതെനിക്ക് മനസ്സിലായില്ല, ആംഗിൾ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ക്യാരക്ടർ ഡെഫിഷ്യൻസി അതെന്താണ് പറഞ്ഞാൽ അവരത് ചെയ്തു തരും. ഒരു അഡൽട്സിന് പെട്ടെന്ന് നമ്മൾ ഈ പറയുന്നതെല്ലാം മനസ്സിലാവും. അപ്പൊ അവരുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ മെന്ററെ നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ മെന്ററോട് ചോദിക്കാം. അപ്പം അവിടെ അത് നമുക്ക്, അപ്പൊ നമ്മളുടെ ഗോൾ വളരെ സിമ്പിൾ ആണ്. നമ്മളുടെ കോൺഫിഡൻസ് ലെവൽ കൂട്ടുന്നതിന്റെ കാര്യമാണ്. അപ്പൊ ഈ കോൺഫിഡൻസ് ലെവൽ കൂട്ടാനായിട്ടുള്ള ഒരുപാട് പാരാമീറ്റേഴ്സ് ഉണ്ട്. അതിനകത്ത് ഒന്നാണ് ഞാനിപ്പോ 1-2 പറഞ്ഞത്, ഇതേപോലുള്ള കാര്യങ്ങളാണ്. പക്ഷേ നമ്മള് ഇപ്പൊ ഇവിടുന്ന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ 100 പോയിന്റ് ഉണ്ടെങ്കിലും ഇന്നൊരു 10 കാര്യം നമുക്ക് വി വിൽ ഡിസ്കസ് 10 കാര്യങ്ങൾ. ആ 10 കാര്യങ്ങൾ നിങ്ങൾ ഏതായാലും ഈ ഒരു മാസം എല്ലാം നിങ്ങൾ തന്നെ എടുത്ത് സെൽഫ് ഇവാലുവേഷൻ നടത്തിയിട്ട് മെല്ലെ തുടങ്ങും. നിങ്ങൾ എവിടെങ്കിലും തുടങ്ങണ്ടേ? അപ്പൊ അതിനു വേണ്ടിയുള്ള ഏറ്റവും വലിയൊരു സാധനമാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ല, നമ്മൾ ഒരാളെ നമുക്ക് ചിരിക്കുന്നത് പോകുമ്പോൾ നമുക്ക് ഒരു നഷ്ടവും ഇല്ല. ദർ ഇസ് നത്തിങ് ടു ലൂസ്. ഈ ചിരി എന്ന് പറയുന്നത് ഹാപ്പിനെസിന്റെ ഒരു റിഫ്ലക്ഷൻ ആണ്. നമ്മൾ ഹാപ്പി ആയിരിക്കണം, നമുക്ക് എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണം എന്നാണ് ചിരി. നമ്മളൊരു ഹാപ്പി മൂഡിലേ നമുക്ക് ചിരി വരത്തുള്ളൂ. നമ്മൾ ഭയങ്കര വിഷമിച്ചിരിക്കുമ്പം അല്ലെങ്കിൽ കരയുന്ന സമയത്ത് മുഖത്ത് ചിരി കാണത്തില്ലല്ലോ. അപ്പൊ നമുക്ക് ഹാപ്പി ആവുക എന്നുള്ളതല്ലേ നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയ കാര്യം. അപ്പൊ ഈ ഹാപ്പി ആവുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ഒന്നാണ് നമ്മൾ സ്നേഹിക്കാൻ പഠിക്കുക. നമുക്ക് പലപ്പോഴും സ്നേഹം എക്സ്പ്രസ് ചെയ്യാൻ അറിയത്തില്ല. നമ്മൾ ഫ്രണ്ട്സിന്റെ അടുത്ത് മാത്രം ഭയങ്കര എക്സ്പ്രഷനൊക്കെയാണ്. പക്ഷേ നമ്മൾ ലൈഫിൽ നല്ലൊരു ക്യാരക്ടർ ആണെങ്കിൽ നിങ്ങൾ ആദ്യം നിങ്ങളുടെ ലൈഫിൽ ലവ് ചെയ്യേണ്ട ആരെയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഈ ഭൂമിയിൽ ഏറ്റവും അധികം നിങ്ങൾക്ക് ഒബ്ലിഗേഷൻ ഉള്ള ആരോടാണ്? യു ആർ ഇൻ ദിസ് വേൾഡ് ബിക്കോസ് ഓഫ് 2 people. അത് നിങ്ങളുടെ പേരൻസ് ആണ്, അല്ലേ? അവരില്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവരോടും വിചാരിച്ചാലും നിങ്ങൾ ഈ ഭൂമിയിൽ വരില്ല. യു ആർ ബോൺ ഇൻ ദിസ് വേൾഡ് ബിക്കോസ് ഓഫ് യുവർ പേരൻസ്. നിങ്ങൾക്ക് നിങ്ങളൊരു മൊമെന്റ് യു ആർ ബോൺ, നിങ്ങൾ അവരോട് കടപ്പെട്ടിരിക്കുന്നു. അതായത് യു ആർ സപ്പോസ് ടു ഗീവ് ദം ബാക്ക് സംതിങ്. ഇപ്പം യു ഡോണ്ട് ഹാവ് എനിത്തിങ് ടു ഗീവ് ബാക്ക് ടു ദം ബിക്കോസ് നിങ്ങളുടെ കയ്യിൽ ഇപ്പം ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കാൻ പൈസ ഇല്ല, അതില്ല, ഒന്നുമില്ല. പക്ഷേ യു ആർ ഓൾ റിച്ച് വിത്ത് വാട്ട്? ലവ്. നിങ്ങളുടെ ഉള്ളില് സ്നേഹമുണ്ട്. അത് നിങ്ങൾക്ക് തിരിച്ചു കൊടുത്തൂടെ? അതില് സ്നേഹം കൊടുക്കുന്ന എത്ര പേരുണ്ട്? അച്ഛനും അമ്മയും കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ ഒളിച്ചു നടക്കുന്നവരാണ്. കുറെ കഴിയുമ്പോൾ നമ്മൾ ആദ്യമൊക്കെ അച്ഛനും അമ്മയും ഇല്ലാതെ പറ്റില്ല. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് യു ജസ്റ്റ് കീപ് അവേ ഫ്രം ദ പേരൻസ്. അത് ഒരു ജനറൽ സൈക്കോളജിയാണ്. കുറെ കഴിയുമ്പോൾ അച്ഛനും അമ്മയും പറയുന്നൊന്നും കേൾക്കില്ല. എനിക്ക് അതേ കാര്യം ഞാൻ പറഞ്ഞത് ചിലപ്പോൾ നിങ്ങൾ കേൾക്കും, അല്ലെങ്കിൽ ടീച്ചേഴ്സ് പറഞ്ഞാൽ കേൾക്കും, ഫ്രണ്ട്സ് പറഞ്ഞാൽ കേൾക്കും. യു സ്റ്റാർട്ട് മൂവിങ് അവേ ഫ്രം പേരൻസ്. അങ്ങനെ അതൊരു ഹ്യൂമൻ സൈക്കോളജി വരും. അത് നമുക്ക് തിരിച്ചു പിടിക്കണം. കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, അച്ഛനും അമ്മയും നിങ്ങളെ ചീത്ത പറയുന്നത് ഒരിക്കലും നിങ്ങളുടെ അടുത്തുള്ള ദേഷ്യം കൊണ്ടല്ല. നിങ്ങളെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് കാണണം എന്നുള്ള ആഗ്രഹത്തിലാണ് അവർ ചെയ്യുന്നത്. പക്ഷെ അവര് നാച്ചുറലി അവർ ചെയ്യുന്നത്. പക്ഷെ അവർക്ക് ട്രെയിൻഡ് അല്ല, അവരൊരു സൈക്കോളജി ഒന്നും പഠിച്ചിട്ടില്ല. അവര് എക്സ്പ്രസ് ചെയ്യുമ്പോൾ മാറിപ്പോകുന്നത്. നിങ്ങളെ പോലെ തന്നെ അവർക്കൊരു കറക്റ്റ് മെന്റർ ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് അവര് എക്സ്പ്രസ് ചെയ്യുന്നത്. ചിലപ്പോൾ അവരുടെ ലവ് അവർ എക്സ്പ്രസ് ചെയ്യുന്ന വേറെ രീതിയിലാണ്. അപ്പൊ അത് നിങ്ങൾ തെറ്റിദ്ധരിക്കും. അതുകൊണ്ടാണ് നിങ്ങൾ പലപ്പോഴും ചീത്ത പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് പിണങ്ങിയൊക്കെ മാറിയിരിക്കുന്നത്. മനസ്സിലായി? അത് കുറെ കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ വയസ്സൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നല്ല പക്വത വരും. പക്വത എന്ന് വെച്ചാൽ അറിയത്തില്ലേ? മെച്യൂരിറ്റി എന്ന് പറയത്തില്ലേ? അതിപ്പോ നിങ്ങൾക്ക് മനസ്സിലാവില്ല. കുറെ കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവും, അന്ന്
പേരൻസ് അങ്ങനെ ചെയ്തത് കൊണ്ടാണ് എനിക്ക് അത് കറക്റ്റ് ആവാൻ പറ്റിയത്. കാര്യം പേരൻസിന്റെ വാല്യൂ മനസ്സിലാകണമെങ്കിലേ നിങ്ങളുടെ റിലേറ്റീവ്സിൽ ആരെങ്കിലും ഒക്കെ ഒരു കിഡ്നി ട്രബിൾ വന്നിട്ട് ഓപ്പറേഷൻ നടത്തി അല്ലെങ്കിൽ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തി അങ്ങനെ ആരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തില്? കിഡ്നി ഓർ ലിവർ ഒരു ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തി ആരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തില്? നിങ്ങളുടെ റിലേറ്റീവ്സ് ആരെങ്കിലും? ഡു യു നോ എനിവൺ? യാ, ക്യാൻ യു എക്സ്പ്ലെയിൻ അതിനെക്കുറിച്ച്? ഹൗ ഡിഫിക്കൽട്ട് ഇറ്റ് വാസ് ഫോർ ദം? ക്യാൻ യു ടോക്ക് ഫോർ 1 minute? ആ ഓർഗൻ ഡൊണേഷൻ ആര് കൊടുത്തു, എങ്ങനെ കൊടുത്തു? ക്യാൻ യു എക്സ്പ്ലെയിൻ? ഡു യു നോ എനിത്തിങ് അബൌട്ട് ദാറ്റ്? ലൈക്ക് എന്റെ അച്ഛന്റെ സിസ്റ്ററിന്റെ ഹസ്ബൻഡ്, അതായത് എന്റെ മാമന് ഒരു ലിവർ സിറോസിസ് ഉണ്ടായിരുന്നു. സോ എന്നിട്ടോ? he was like in the hospital for about 5 or 6 months, I guess. And then എന്റെ അച്ഛനുണ്ടായിരുന്നു. അച്ഛൻ എന്റെ മാമന്റെ കൂടെ ട്രീറ്റ്മെന്റിനും മണീനും ഒക്കെ പോയിണ്ടായിരുന്നു. ആൻഡ് ദെൻ എന്റെ മാമനൊരു ബ്രദർ ഉണ്ട്. ആ ബ്രദർ വേറൊരു ലിവർ കൊടുത്തേ. ആൻഡ് ദെൻ ഒരു ഹോൾ ടൈം എന്റെ അച്ഛൻ ആൻഡ് മൈ അമ്മായി ആൻഡ് എന്റെ മാമന്റെ ബ്രദർ, ഇവിടെ 3 മാമന്റെ കാര്യമൊക്കെ നന്നായിട്ട് ഫോക്കസ് ചെയ്ത് സീരിയസ് ആയിട്ട് നോക്കിക്കൊണ്ടിരുന്നു. ഇറ്റ് വാസ് എ വെരി എക്സ്പെൻസീവ് ഓപ്പറേഷൻ അല്ലേ? ഒരുപാട് മണി കൊടുക്കേണ്ടി വന്നു അല്ലേ? അപ്പം ഇതുപോലെ നമുക്കൊരു ലൈഫിൽ ഒരു പ്രോബ്ലം വരുമ്പം ഈ ഓർഗൻ നമ്മൾ കൊടുക്കേണ്ടി വരുമ്പോൾ പോലും പലപ്പോഴും നമുക്ക് ഈ ഓർഗൻ തരാൻ ആദ്യം മുന്നോട്ട് വരുന്ന ആരായിരിക്കും? നമ്മുടെ പേരൻസ് ആയിരിക്കും വരുന്നത്. കാര്യം നമ്മുടെ ഫ്രണ്ട്സിന് ആ സമയത്ത് നമ്മൾ വിചാരിക്കും നമ്മുടെ ഫ്രണ്ട്സ് ആയിരിക്കും ഉണ്ടാകുന്നത്. കാര്യം ഫ്രണ്ട്സിന് പലപ്പോഴും അത് ചെയ്യാൻ പറ്റില്ല ആ സമയത്ത്. കാര്യം അവര് ദേ ആർ ലീഡിങ് അനദർ ലൈഫ്. നിങ്ങൾ വലുതാകുമ്പോഴുള്ള കാര്യം പറയുന്നത്, അനദർ ഫാമിലി, അവർക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റില്ല, അവർ സമ്മതിക്കത്തില്ല അങ്ങനെ ഓർഗൻ തരാനായിട്ട്. ഈവൻ ഈ ഗോഡ് പോലും അതിനെ അനുവദിക്കത്തില്ല. കാര്യം ചിലപ്പോൾ ഇത് മാച്ച് ആവത്തില്ല വേറൊരാളുടെ, പക്ഷെ നമ്മളുടെ ബ്ലഡ് റിലേഷൻ ഉള്ളവർക്ക് തമ്മിൽ മാച്ച് ആവും. അപ്പൊ അതുകൊണ്ടാണ് പേരൻസോ നമ്മുടെ ബ്രദേഴ്സോ സിബ്ലിങ്സോ ആയിരിക്കും നമ്മൾ പലപ്പോഴും തരുന്നത്. പക്ഷെ അവിടെ പോലും ആദ്യം ഫസ്റ്റ് മുന്നോട്ട് വരുന്നത് പേരൻസ് ആയിരിക്കും. പിന്നെ ഈ ലിവർ ട്രാൻസ്പ്ലാന്റേഷനിലൊക്കെ കാര്യത്തിൽ പേരൻസ് അപ്പോഴത്തേക്ക് ഒരുപാട് പ്രായമായതുകൊണ്ടായിരിക്കും സിബ്ലിങ്സിന്റെ ഒക്കെ വരുന്നത്. പക്ഷെ അതുമല്ല, ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ നമ്മൾ ലിവർ കൊടുത്താലും ലിവർ വിൽ റീജനറേറ്റ്. പക്ഷേ അതൊരു കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ആണെങ്കിൽ ഇറ്റ്സ് എ പെർമനന്റ്. നമ്മൾ 2 കിഡ്നി ഒരു കിഡ്നി എടുത്തു കഴിഞ്ഞാൽ ഏതായാലും നമ്മുടെ എഫിഷ്യൻസിയിൽ ഒരു ലോസ് ഉണ്ടാവും. മനസ്സിലായില്ലേ? ഒരു കിഡ്നി മതി നമുക്ക് ജീവിക്കാൻ, പക്ഷെ അത് ഒരു കിഡ്നി എടുത്തു കഴിഞ്ഞാൽ പിന്നെ ലൈഫ് ലോങ് മെഡിക്കേഷൻ ഒക്കെ വേണം. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പം ഈവൻ സിബ്ലിങ്സ് പോലും സ്റ്റെപ്പ് ഔട്ട് ചെയ്യും. ആ സമയവും നിങ്ങൾക്ക് സ്വന്തം ലൈഫ് മറന്നിട്ട് മുന്നോട്ട് വരുന്നവരാണ് പേരൻസ്. അപ്പൊ മനസ്സിലായില്ലേ അവരുടെ വാല്യൂ എന്താണെന്നുള്ളത്? നിങ്ങൾക്കിപ്പം എന്ത് പഠിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എഡ്യൂക്കേഷന് നിങ്ങളുടെ അങ്കിൾസ് ഒന്നും അല്ലല്ലോ പൈസ തരുന്നത്, നിങ്ങൾക്ക് തരുന്നത് നിങ്ങളുടെ പേരൻസ് ആണ്. യുവർ ഷെൽട്ടർ, യുവർ ഫുഡ്, എവറിത്തിങ് ഈസ് ഗിവൺ ബൈ യുവർ പേരൻസ്. അപ്പൊ നമ്മൾ ആദ്യം ലവ് ചെയ്യേണ്ടത് എന്താണ്? നമ്മളുടെ പേരൻസിനെയാണ്. അപ്പൊ നമ്മുടെ ക്യാരക്ടർ ഡെഫിഷ്യൻസിയിൽ നിങ്ങൾ തന്നെ നോക്കുക, ഹൗ ഗുഡ് ഐ എം ആസ് എ ചൈൽഡ് ടു മൈ പേരൻസ്. നിങ്ങളുടെ ആദ്യത്തെ ഒബ്ലിഗേഷനിലെ ആദ്യ സ്ഥാനമാണ് ഹൗ ഞാൻ എങ്ങനെ ചെയ്യുന്നു. അപ്പൊ ഇന്നലെ വരെ ചിലപ്പോൾ നിങ്ങൾ ബിക്കോസ് ഓഫ് ആരും ഇത് പറഞ്ഞു തരാത്തതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾ യു കീപ് എ ഡിസ്റ്റൻസ്. നിങ്ങൾ എപ്പോഴും ചിലപ്പോൾ അമ്മയുടെ അടുത്ത് വളരെ ക്ലോസ് ആയിരിക്കും, ഫാദറിനെ കണ്ടു കഴിഞ്ഞാൽ അധികം സംസാരിക്കില്ല, അടുക്കില്ല. അപ്പൊ അതൊക്കെ നമുക്ക് മാറണം. ഈ ഒരു മാസം അതിനു വേണ്ടിയുള്ളതാണ്. അപ്പൊ നമ്മൾ അതിനെ എങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും, നമ്മുടെ ലവ് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എക്സ്പ്രസ് ചെയ്യുമ്പോഴേ അത് ഒരാൾക്ക് മനസ്സിലാവത്തുള്ളൂ. നിങ്ങളിപ്പം എക്സ്പ്രസ് ചെയ്തില്ലെങ്കിൽ ദർ ഇസ് എ ലവ് മനസ്സിലുണ്ടാവും. എന്നാലും എക്സ്പ്രസ് ചെയ്യുന്ന ലവിന് ഒരു പണത്തൊക്കെ മുന്നിൽ നിന്നൊക്കെ ഗോൾഡിന്റെ പരിസ്ഥിതി കണ്ടില്ല. അതുപോലെയാണ് നമ്മൾ ഈ ലവ് എക്സ്പ്രസ് ചെയ്യാനായിട്ടുള്ള വളരെ സിമ്പിൾ സാധനമാണ് ചില ഗിഫ്റ്റുകൾ. ആ ഗിഫ്റ്റ് ഇപ്പം നിങ്ങൾക്ക് കുട്ടികൾക്ക് ക്യാഷ് കൊടുത്തിട്ട് ഗിഫ്റ്റ് വാങ്ങാൻ പറ്റില്ല, ശരിയല്ലേ? അപ്പൊ എന്താ പറയുക, നമുക്ക് ക്യാഷ് കൊടുക്കാതുള്ള ഗിഫ്റ്റ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഏതൊക്കെ 2-3 ഗിഫ്റ്റ് പറഞ്ഞേ. ക്യാഷ് കൊടുക്കാതെ നമുക്ക് കൊടുക്കാവുന്ന, പേരൻസിന് കൊടുക്കാവുന്ന 2-3 ഗിഫ്റ്റ് നിങ്ങൾ തന്നെ പറ. സ്നേഹം. 1 2 3 ഇങ്ങനെ വേഗം പറ. ഇത് പറയാത്ത ആൾക്കാർ വേണം ഒരു പോയിന്റ് വേണ്ടി ചാടി വീഴാൻ. എക്സാമിന് ഫുൾ മാർക്ക് വാങ്ങാം. എക്സാമിന് ഫുൾ മാർക്ക് വാങ്ങാം. ഓക്കെ, അതിന് ഓക്കെ പണം, യു ക്യാൻ ഡു ഇറ്റ് യുവർ സെൽഫ്. ഓക്കെ, അനദർ തിങ്, എല്ലാവർക്കും ചിലപ്പം ഫുൾ മാർക്ക് വാങ്ങാൻ പറ്റത്തില്ല. അവരെന്ത് ചെയ്യും അപ്പം? Some can make 100 out of 100.
അനദർ ഗിഫ്റ്റ് എന്താണ് ഡെയിലി ചെയ്യാം, ഒന്നും വേണ്ട. ഇപ്പൊ എക്സാമിന് ഫുൾ മാർക്ക് വാങ്ങുന്നത് അറ്റ് ദ ടൈം ഓഫ് എക്സാം മാത്രമല്ല ഉള്ളൂ. എല്ലാ ദിവസവും നിങ്ങൾക്ക് ചെയ്യാവുന്ന ഈ ലവ് എന്ന സാധനം എവറി ഡേ നിങ്ങൾ എക്സ്പ്രസ് ചെയ്യേണ്ട സാധനം, എവറി ഡേ എക്സ്പ്രസ് ചെയ്യാവുന്ന 1-2 കാര്യങ്ങളാണ്. ഒരു കിസ് കൊടുക്കുക. അപ്പൊ എന്താണ്, അച്ഛനെ കെട്ടിപ്പിടിച്ച് നോക്കുക, അമ്മയെ കെട്ടിപ്പിടിച്ച് കൊടുക്കുക. രാവിലെ സ്കൂളിലേക്ക് വരാൻ നേരം ഓടിപ്പോയിട്ട് അമ്മയ്ക്ക് ഒരു ഉമ്മ കൊടുത്തിട്ട് വരാം. അച്ഛനെ ഒന്ന് കെട്ടിപ്പിടിച്ചിട്ട് ഒരു ഹഗ് ചെയ്തിട്ട് വരാം. ശരിയല്ലേ? അതിന് വല്ല കുഴപ്പമുണ്ടോ? സോ ദാറ്റ് ഈസ് എ വേ ഓഫ് എക്സ്പ്രസിങ് അവർ ലവ്. നമ്മൾ ഫ്രണ്ട്സിനെ കാണുമ്പോൾ ഹഗ് ചെയ്യാറില്ലേ, ഭയങ്കര ഹാപ്പി അല്ലേ? അതുപോലെ വൈ യു ആർ നോട്ട് ഷോയിങ് ഇറ്റ് ടു ദ പേരൻസ്. അപ്പൊ അത് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ചെയ്യണം. ഞാനിപ്പോ ഐ ആം നോട്ട് ആസ്കിങ് യു ഹൗ മെനി ആർ ഷോയിങ് ഓർ നോട്ട്. അത് യു ഹാവ് ടു നിങ്ങൾ സ്വയം നോക്കുക ആരൊക്കെ ചെയ്യുന്നുണ്ട് ആരൊക്കെ ചെയ്യില്ല. പക്ഷെ വൺ തിങ് ഈസ് ഷുവർ, ഇവിടെ ഇരിക്കുന്നതിൽ 90% ആൾക്കാരും റെഗുലർ ആയിട്ട് അത് ചെയ്യുന്നുണ്ടാവില്ല. മനസ്സിലായില്ലേ? കുറച്ച് പേര് ചെയ്യും. പക്ഷെ അത് പണ്ട് നിങ്ങൾ ചെയ്യുമായിരുന്നു, 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഇതൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷെ അതിങ്ങനെ മെല്ലെ മെല്ലെ വെൻ യു ഗ്രോ യു ജസ്റ്റ് ഗോട്ട് അവേ. അപ്പൊ നമുക്ക് തിരിച്ചു പിടിക്കണം. അപ്പം യു നീഡ് ടു സ്റ്റാർട്ട് എക്സ്പ്രസിങ് യുവർ ലവ്. അപ്പം അച്ഛനെയോ അമ്മയോ ഒക്കെ രാവിലെ സ്കൂളിൽ പോകാൻ നേരം ജസ്റ്റ് അതുകൊണ്ട് യു ഹാവ് നത്തിങ്. പക്ഷെ അവർക്ക് കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ട്. ദ മൊമെന്റ് യു ഗോ ആൻഡ് ഗിവ് എ ഹഗ് ആൻഡ് ലീവ്, അത് അവർക്ക് കിട്ടുന്ന ഒരു ഹാപ്പിനെസ്. ദിസ് ദ വേ യു നീഡ് ടു റിട്ടേൺ സംതിങ്. പിന്നെന്ത് കൊടുക്കാൻ പറ്റും അതർ ദാൻ ദാറ്റ്? ഇത് ഞാനല്ല പറഞ്ഞത്, നിങ്ങളാ പറഞ്ഞത്. ഇതൊക്കെ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ആൻസേഴ്സ് ഉണ്ട്. ഐ ഡോണ്ട് നീഡ് ടു ടീച്ച് യു. അപ്പൊ റെസ്പെക്ട് എങ്ങനെയാണ് നമ്മൾ കാണിക്കുന്നത്? ഒരാളുടെ റെസ്പെക്ട് കാണിക്കുന്നത് എങ്ങനെയാണ്? അവര് പറയുന്ന അനുസരിക്കാൻ, തർക്കിക്കാനൊന്നും നിൽക്കാതെ അവര് പറയുന്ന ഒരു കാര്യം. വെരി ഗുഡ്, വെരി ഗുഡ്. അവര് പറയുന്നത് ബിക്കോസ് ദേ ആർ ഓൾ എക്സ്പീരിയൻസ് പീപ്പിൾ. അപ്പൊ അവര് പറയുന്നത് ജസ്റ്റ് ഒബേ ഇറ്റ്. ഒരു ഡിസിപ്ലിന്റെ ഭാഗമായിട്ട് നമ്മുടെ ടീച്ചേഴ്സ് പറഞ്ഞ ഹോംവർക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുക. അതുപോലെ പേരൻസ് പോലെ അവിടെ പോരെന്ന് പറഞ്ഞാൽ അവിടെ പോവാതിരിക്കുക. വീട്ടിൽ തന്നെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു എൽഡേഴ്സ് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എണീറ്റ് റെസ്പെക്ട് കാണിക്കത്തില്ലേ? ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഹൗ ടു എക്സ്പ്രസ് യുവർ എന്താണ് റെസ്പെക്ട് എന്നുള്ളതിനെ എങ്ങനെ കാണിക്കണം എന്നുള്ളത് നിങ്ങൾ ചാറ്റ് GPT-യിലോ അല്ലെങ്കിൽ ജെമിനിയിലോ ജെമിനി അറിയത്തില്ലേ? വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ജെമിനി ആൻഡ് ചാറ്റ് GPT? എത്ര പേർക്ക് അറിയാം ഇവിടെ? Yeah, tell me, what is the difference between ChatGPT and Gemini? Gemini is Google and ChatGPT is by OpenAI. Yeah, പക്ഷെ അതിനകത്ത് Gemini is one step ahead because Gemini is well updated. ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള ChatGPT ഓൾമോസ്റ്റ് 1 year ബാക്ക് വരെയുള്ള ഇൻഫർമേഷൻ ആണ് നമുക്ക് തരുന്നത്. യു ഗെറ്റ് ലോട്ട് ഓഫ് ഇൻഫർമേഷൻ, ബട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് വരുന്നത് ജെമിനിക്കകത്താണ്. സോ ജെമിനി ഈസ് വൺ സ്റ്റെപ്പ് ആ രീതിയിൽ മോർ യൂസ്ഫുൾ ആണ്. വാട്ട് എവർ ഇറ്റ് ഈസ്. പക്ഷെ നമ്മളുടെ ഈ ഒരു കാര്യത്തിന് വേണ്ടി ChatGPT is enough. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നോക്കണം. ഏത് കാര്യം ഡൗട്ട് വരുമ്പം ഇതിന് ഞാൻ പറഞ്ഞു തരാനോ ടീച്ചർ പറഞ്ഞു തരാനോ ഒന്നും വേണ്ട. ഓക്കെ, എങ്ങനെയാണ് ഹൗ ക്യാൻ ഐ എക്സ്പ്രസ് റെസ്പെക്ട്? അത് നേരെ അവിടെ പോയിട്ട് നോക്കുമ്പം കാര്യം ഈ റെസ്പെക്ട് ഓരോ സ്ഥലത്തും ഓരോ കൾച്ചർ അനുസരിച്ചിട്ട് മാറും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു ജപ്പാനിൽ പോയിട്ട് ജപ്പാനിലെ കൾച്ചർ അനുസരിച്ചിട്ട് എൽഡേഴ്സ് ഏജിനെയാണ് അവർ റെസ്പെക്ട് ചെയ്യുന്നത്. നിങ്ങൾ അവരെ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ തല കുനിക്കണമെന്നുണ്ട്. ഒരു വിസിറ്റിംഗ് കാർഡ് കൊടുക്കുകയാണെങ്കിൽ 2 കൈ വെച്ച് പിടിച്ചിട്ട് ഇങ്ങനെ കുനിഞ്ഞിട്ട് കൊടുക്കണം. അങ്ങനെ ഓരോ കൾച്ചർ അനുസരിച്ചിട്ട് റെസ്പെക്ട് കാണിക്കുന്നതിന് വ്യത്യാസമുണ്ട്. മനസ്സിലല്ലേ? നമ്മൾ ഇന്ത്യൻസ് ഒരാളെ കാണുമ്പോൾ എങ്ങനെയാണ് തൊഴത്തില്ലേ? അതേസമയം വെസ്റ്റേണേഴ്സ് ഒക്കെ ആണെങ്കിൽ ദേ വിൽ ഗീവ് ഷേക്ക് ഹാൻഡ്. അങ്ങനെ ഇന്ത്യൻസ് കാണിക്കുക ഒരാളെ എൽഡേഴ്സിനെ കാണുമ്പോൾ എണീറ്റ് നിൽക്കും നമ്മുടെ റെസ്പെക്ട് കാണിക്കാൻ വേണ്ടി. നമ്മളിപ്പോ മുണ്ട് മടക്കി കൊടുത്തേക്കാണെങ്കിൽ അഴിച്ചിടും. അങ്ങനെ കുറെ സാധനമുണ്ട്. സോ മെനി വേസ് യു ക്യാൻ ഷോ യുവർ റെസ്പെക്ട്. എനിവേ, പേരൻസിന്റെ അടുത്ത് യു നീഡ് ടു ഷോ റെസ്പെക്ട് ഇൻ മെനി വേസ്. സോ അത് ഈ ChatGPT പോയിട്ട് നിങ്ങൾ തന്നെ നോക്കുക. ഹൗ ക്യാൻ ഐ എക്സ്പ്രസ് മൈ റെസ്പെക്ട് ടു മൈ പേരൻസ് എന്ന് പറഞ്ഞാകുമ്പോൾ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ കിട്ടും. അപ്പൊ അത് നിങ്ങൾ തന്നെ നമ്മള് ഈ സ്കൂളിൽ പോയിട്ട് പഠിക്കുന്നത് എങ്ങനെയാ? നമ്മളെല്ലാം എന്തിനാ സ്കൂളിൽ പോകുന്നത്? നമുക്കൊരു സിലബസ് ഉണ്ട്. സിലബസിൽ കുറച്ച് ബുക്സ് ഉണ്ട്. ഈ ബുക്സ് ടീച്ചർ ഓരോ ദിവസം വന്ന് ക്ലാസ്സിൽ വന്നിട്ട് നിങ്ങൾക്ക് സ്പൂൺ ഫീഡ് ചെയ്യുന്ന പോലെ തരികയാണ്. പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ വന്ന പക്ഷെ പുസ്തകത്തിനകത്തുണ്ട് ടീച്ചർ പഠിപ്പിച്ചില്ല. നിങ്ങൾ ഉടനെ റീസൺ പറയുന്നത് എന്താണ്? ടീച്ചർ ഡിഡ് നോട്ട് ടേക്ക് ഇറ്റ്, സോ ഐ ഡിഡ് നോട്ട് ആൻസർ. ഇതായിരിക്കും നിങ്ങൾ പറയുന്നത്. അതൊക്കെ മാറണം. നിങ്ങൾ വേണ്ടത് നിങ്ങൾ സ്വയം യു നീഡ് ടു സ്റ്റാർട്ട് ഡെവലപ്പിംഗ്. ടീച്ചർ പഠിപ്പിച്ചില്ലെങ്കിലും ഞാൻ വായിക്കണം എന്ന് തോന്നണമെങ്കിൽ എന്താ നിങ്ങൾ വേണ്ടേ? യു നീഡ് ടു ഡെവലപ്പ് യുവർ റീഡിംഗ് ഹാബിറ്റ്. ഞാനൊക്കെ 10th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പം ഞങ്ങളുടെ ക്ലാസ്സിൽ മിക്കവാറും എന്റെ പല ഫ്രണ്ട്സും 10 പുസ്തകം മാത്രമേ അവര് ക്ലാസ്സിൽ ടീച്ചർ പഠിപ്പിച്ച് സ്പൂൺ ഫീഡ് ചെയ്ത് പഠിക്കത്തുള്ളൂ. ആ ടൈമിൽ ഐ യൂസ് ടു റീഡ് മോർ ദാൻ 100 ബുക്സ്. കാര്യം ഐ ഡെവലപ്പ് മൈ റീഡിംഗ് ഹാബിറ്റ്. സോ എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള പുസ്തകം എടുത്ത് ഞാൻ വായിച്ചു പോകും.
അപ്പൊ ടീച്ചർ പഠിപ്പിച്ചില്ലെങ്കിൽ എനിക്ക് ആ പുസ്തകം എടുത്ത് വെച്ച് വായിച്ചാൽ എനിക്ക് മനസ്സിലാവും. ഇതുപോലെയാണ് ഞാൻ ഇന്നിവിടെ പറയുന്നതൊക്കെ പോയിന്റ്സ് ആയിരിക്കും. നെവർ സേ ദാറ്റ് അത് ഈ ക്ലാസ്സിൽ വന്ന് ഞാൻ പറഞ്ഞു തന്നില്ല എന്ന് പറയരുത്. ഒരു പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ നൗ ചാറ്റ് GPT ഈസ് യുവർ ഗുരു, അല്ലെങ്കിൽ ജെമിനി ഈസ് യുവർ ഗുരു, അല്ലെങ്കിൽ ഗൂഗിൾ ഈസ് യുവർ ഗുരു. നിങ്ങൾ അവിടെ പോയിട്ട് നിങ്ങളുടെ സംശയം അടിച്ചു നോക്കുമ്പോൾ ഒരു പോയിന്റ്സ് കുറെ എണ്ണം കിട്ടും. അതിനകത്തുനിന്ന് യു നീഡ് ടു ബി യുവർ ബെസ്റ്റ് ഗുരു. പിന്നെയാണ് മെന്റർ അതിന്റെ അനദർ ലൈൻ. ആദ്യം കോൺഫിഡൻസ് ബിൽഡപ്പിന്റെ ആദ്യത്തെ സാധനമാണ് യു ക്ലിയർ യുവർ ഡൗട്ട് യുവർ സെൽഫ്, ബി യുവർ ഗുരു യുവർ സെൽഫ്. അതിനുവേണ്ടി നമ്മൾക്കുള്ള ഏറ്റവും ബെസ്റ്റ് ടൂളാണ് ഈ മോഡേൺ AI ബേസ്ഡ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോംസ്. നമ്മുടെ എന്ത് ഡൗട്ട് വേണേലും ക്ലിയർ ചെയ്ത്, ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ മനസ്സിൽ വെച്ചോണ്ടിരിക്കുന്നത് വാട്ട് ഈസ് ദാറ്റ് ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്, ജസ്റ്റ് ഗോ ദർ, ടൈപ്പ് ഇറ്റ്, യു വിൽ ഗെറ്റ് ദ ആൻസർ. അപ്പൊ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും I am much better than my parents, I am much better than my friends, I am much better than my teachers in getting the knowledge. എനിക്ക് വേറെ അടുത്ത് പിടിക്കേണ്ട കാര്യമില്ല, എനിക്ക് സ്വയം തന്നെ പോയി കണ്ടുപിടിക്കാം. നിങ്ങളൊരു വഴിക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് വഴി അറിയത്തില്ല, നിങ്ങൾ ഉടനെ എന്താ ചെയ്യുന്നത്? വഴി അറിയില്ല എന്ന് പറഞ്ഞ അവിടെ നിൽക്കുക, നിങ്ങൾ ആരോടെങ്കിലും പോയി ചോദിക്കും എവിടെ, അപ്പൊ അയാൾ കാണിച്ചു തരും. പക്ഷെ ഇന്ന് AI ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് വേറെ എടുത്തിട്ട് ഗൂഗിൾ മാപ്പിനകത്ത് കയറിയിട്ട് ലൊക്കേഷൻ അടിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഷോ ദ വഴി. അപ്പൊ ആരോടും ചോദിക്കേണ്ട കാര്യമില്ല. ഞങ്ങളൊക്കെ പണ്ട് ചെറുപ്പത്തിൽ നിങ്ങളുടെ ഏജിലൊക്കെ ഒരു വഴിക്ക് പോകണമെങ്കിൽ ഭയങ്കര വീട്ടിൽ നിന്ന് വിടാൻ തന്നെ പേടിയാണ്, കാര്യം വഴി തെറ്റുമെന്നുള്ളതാണ്. ഇന്നിപ്പം നിങ്ങൾ എവിടെ പോകുന്നുള്ളത് വീട്ടിലിരിക്കുമ്പോൾ തന്നെ എനിക്ക് തന്നെ അറിയാം, എന്റെ മക്കൾ എവിടെ പോകുന്നുണ്ട്. ഗൂഗിൾ ലൈവ് അതിനകത്ത് മാപ്പിനകത്ത് ലൈവ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് കറക്റ്റ് അറിയാൻ പറ്റും നിങ്ങൾ എവിടെ എത്തി, തിരിച്ചെത്തുമോ എല്ലാം അറിയാൻ പറ്റും. അപ്പം യൂസ് ദ ടെക്നോളജി ടു ക്ലിയർ യുവർ ഡൗട്ട്. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചേക്കുന്ന ആദ്യത്തെ സാധനം പേരൻസിന്റെ അടുത്ത് ലവ് എക്സ്പ്രസ് ചെയ്യണം. നിങ്ങൾക്ക് ഒന്നുമില്ലെങ്കിൽ സ്കൂൾ വിട്ടു വരുന്ന സമയത്ത് യു സോ എ പ്ലാന്റ് വിത്ത് എ ഫ്ലവർ, ഒരു ഫ്ലവർ അത് പ്ലക്ക് ചെയ്തിട്ട് വൈകിട്ട് വരുമ്പോൾ അമ്മയ്ക്ക് കൊണ്ടുവന്നിട്ട് സി അമ്മ ദിസ് മൈ ഗിഫ്റ്റ് എന്ന് പറഞ്ഞു കൊടുത്തിട്ട്, അല്ലെ അമ്മയുടെ ബർത്ത്ഡേ അല്ലെ അച്ഛന്റെ ബർത്ത്ഡേ യു ഇനിഷ്യേറ്റീവ് ആൻഡ് സെലിബ്രേറ്റ്. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിന്റെ എക്സ്പെൻസ് ഒക്കെ അവർ വഹിച്ചോളും, പക്ഷെ യു കോർഡിനേറ്റ് ഒക്കെ കാണുമ്പോൾ പേരൻസിന് ഭയങ്കര സന്തോഷമാകും. സോ യുവർ ജോബ് ഈസ് ടു മേക്ക് യുവർ പേരൻസ് ഹാപ്പി. അവരെയൊക്കെ ഹാപ്പി ആക്കുമ്പം ദെൻ അവരുടെ ഹാപ്പിനെസ് കാണുമ്പോൾ യു ഓൾസോ ഗെറ്റ് ദാറ്റ് ഹാപ്പിനെസ്. ഓക്കെ, അത് കർമ്മ പോലെയാണ്. അപ്പം പേരൻസിനെ ഹാപ്പി ആക്കാൻ, അല്ലെ പേരൻസിനെ ലവ് ചെയ്യാൻ തുടങ്ങുക. ചിലരൊക്കെ വിട്ടുപോയിട്ടുണ്ട്, അറിയാം, അത് കറക്റ്റ് ചെയ്യാം. അത് തെറ്റൊന്നുമല്ല, അത് അതൊരു എന്താണ്, ഒരു ഹ്യൂമൻ നേച്ചറാണ്. ഞങ്ങളെല്ലാം ഇതുപോലെ ആയിട്ടുള്ള ആ പ്രായത്തിൽ. പക്ഷെ അത് നമ്മൾ തിരിച്ചറിയുമ്പോൾ ആരെങ്കിലും പറയുമ്പോൾ വി ഷുഡ് കറക്റ്റ് ഇറ്റ്. അതാണ് നല്ലൊരു ക്യാരക്ടറിന്റെ തുടക്കം. ഇനി അടുത്ത സാധനം എന്താണ്? നമ്മൾ ഏത് കാര്യത്തിനകത്തും റെസ്പോൺസിബിലിറ്റി എടുക്കണം. നമ്മൾ റെസ്പോൺസിബിൾ ആയിരിക്കണം. ക്യാൻ യു എക്സ്പ്ലെയിൻ വാട്ട് ഈസ് റെസ്പോൺസിബിലിറ്റി? അതായത് ഒരാൾ പറയാണ് ഈ ആള് തീരെ റെസ്പോൺസിബിൾ അല്ല, തീരെ റിലയബിൾ അല്ല എന്ന് പറയും. എന്താണ്, വാട്ട് ഈസ് ദാറ്റ് മീൻസ്? ഒരു ഇൻസിഡന്റ് ആരെങ്കിലും പറയാം, എന്തെങ്കിലും വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ ദാറ്റ്? നിങ്ങളെ കുറിച്ച് ഒരാൾ പറയാ തീരെ റെസ്പോൺസിബിൾ അല്ല, തീരെ റിലയബിൾ അല്ല, എന്താണ്? നമുക്ക് തരുന്ന വർക്കൊന്നും നമ്മൾ കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് അത്രയ്ക്ക് റെസ്പോൺസിബിലിറ്റി ഇല്ലാന്ന് പറയും. ഒരു കാര്യം വാങ്ങണം, അതായത് നമ്മൾ വീട്ടിലേക്ക് സാധനം വാങ്ങണം എന്ന് പറഞ്ഞ് നമ്മളെ പറഞ്ഞ് ഏൽപ്പിച്ചിരുന്നു. പിറ്റേന്ന് രാവിലെ അമ്മ കുക്ക് ചെയ്യാനായിട്ട് കയറിയപ്പോഴാണ് സോൾട്ട് ഇല്ല, മറ്റേതില്ല. നിങ്ങളോട് വാങ്ങണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിട്ടുപോയി. രാവിലെ കുക്ക് ചെയ്യാൻ നേരം ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങളുടെ കറിക്കകത്ത് ഇടാൻ അമ്മയ്ക്ക് സോൾട്ട് ഇല്ലെങ്കിലുള്ള അവസ്ഥ എന്തായിരിക്കും? അപ്പം യു ആർ നോട്ട് റെസ്പോൺസിബിൾ. അപ്പം ഒരു റെസ്പോൺസിബിൾ ആയ ഒരാളെന്ന് വെച്ച് കഴിഞ്ഞാല് എന്ത് ജോബ് കിട്ടിയാലും എന്ത് അസൈൻമെന്റ് കിട്ടിയാലും യു നോട്ട് ഡൗൺ. ഇനിഷ്യലി ഒക്കെ ഇപ്പം എന്റെയൊക്കെ ഏജിൽ വരുമ്പോൾ ഞങ്ങൾക്ക് അത് എഴുതി വെക്കണം എന്നില്ല, അല്ലാതെ തന്നെ നമുക്ക് ഓർത്ത് വെക്കാം. നിങ്ങളൊക്കെ എപ്പോഴും കാര്യങ്ങൾ നോട്ട് ഡൗൺ ചെയ്യുക. നിങ്ങളുടെ ഒരു നോട്ട് പാഡിലോ എപ്പോഴും ട്രൈ ടു കീപ് എ നോട്ട് പാഡ് വിത്ത്. അതിനകത്ത് എഴുതിയിട്ട് അത് പറയുന്ന ടൈമിൽ കംപ്ലീറ്റ് ചെയ്യണം. അതായത് എന്ത് സാധനത്തിനകത്തും ഐ വാസ് നോട്ട് ടോൾഡ് ഇങ്ങനെയുള്ള ആൻസേഴ്സ് ഒന്നും പറയരുത്, മനസ്സിലായില്ലേ? അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി. അല്ലാതെ ഇറസ്പോൺസിബിൾ ഒരു ബിഹേവിയർ ആയിട്ട് മാറരുത്. അതും നിങ്ങൾ ഈ ചാറ്റ് GPT കയറിയിട്ട് ഹൗ ക്യാൻ ഐ ബി റെസ്പോൺസിബിൾ എന്ന് പറഞ്ഞ് കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ നീണ്ട ഒരു ലിസ്റ്റ് വരും. നമുക്ക് ഇന്നിവിടെ സമയമില്ലാത്തതുകൊണ്ടാണ്. ഇനി നമുക്ക് കുറെ പോയിന്റ്സ് ഇട്ടില്ലേ. അപ്പം ഇവിടെ വിട്ട് കഴിഞ്ഞാൽ നെക്സ്റ്റ് 1 month നിങ്ങളുടെ ഗുരു ചാറ്റ് GPT ഓർ ജെമിനി എന്നുള്ള ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ട് ഹൗ ടു ബി റെസ്പോൺസിബിൾ എന്നുള്ള കാര്യങ്ങൾ പഠിച്ചിട്ട് എല്ലാം കൂടെ ചെറുതായിട്ട് ചെയ്ത് തുടങ്ങുക. നമ്മൾക്ക് ഒരു 1 year സമയമുണ്ട്. പക്ഷെ ടുമോറോ ഓൺവേർഡ്സ് ബി റെസ്പോൺസിബിൾ, ബി റിലയബിൾ. എനിക്കതിനെ തോന്നണം, നിങ്ങൾക്ക് ഒരു പണി തന്നു കഴിഞ്ഞാൽ യു ആർ എ റിലയബിൾ പേഴ്സൺ, യു വിൽ ഫിനിഷ് ഇറ്റ് ഓൺ ടൈം. റിലയബിലിറ്റിയുടെ ഒരു യാർഡ് സ്റ്റിക്ക് ആണ്. അയാൾ റിലയബിൾ ആണോ റെസ്പോൺസിബിൾ ആണോ എന്നുള്ളതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ, നിങ്ങളെ ഒരു പണി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ യു വിൽ ഫിനിഷ് ഇറ്റ് ഓൺ ടൈം.
പ്രോപ്പർലി. മനസ്സിലായില്ലേ? പറഞ്ഞാൽ കാര്യം നടക്കും. അല്ലാതെ നിങ്ങളുടെ അടുത്ത് ഒരു പണി പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് തിരിച്ചു വരുമ്പോ ഇല്ല അത് നടന്നില്ല, എനിക്ക് കറണ്ട് ഇല്ലായിരുന്നു, അതില്ലായിരുന്നു. ദർ ആർ എൻ നമ്പർ ഓഫ് റീസൺസ് ഫോർ നോട്ട് ഡൂയിങ്. ഒരു ജോബ് ചെയ്യാതിരിക്കാൻ നമുക്ക് ഒരുപാട് കാരണങ്ങൾ കണ്ടുപിടിക്കാം. പക്ഷെ അത് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് നിങ്ങൾ റെസ്പോൺസിബിൾ ആയാൽ മതി. അല്ലെ റിലയബിൾ ആയി കഴിഞ്ഞാൽ നിങ്ങൾ അത് ചെയ്തിരിക്കും. മനസ്സിലായില്ലേ? സോ അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ്, എനിക്ക് നിങ്ങളെ ഒരു ജോബ് ഏൽപ്പിക്കാൻ ധൈര്യമാണ്. നാളെ നിങ്ങൾ ഒരു പണി ഏൽപ്പിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ തിരിച്ചു വരുമ്പം യു വിൽ ഫിനിഷ് ദാറ്റ് ജോബ് സംഹൗ. അതിനകത്ത് പല ഹാർഡിൽസും വരാം, പക്ഷേ യു വിൽ ഫൈൻഡ് ഔട്ട് എ സൊല്യൂഷൻ ടു ഫിനിഷ് ഇറ്റ്. ദാറ്റ് ഈസ് കോൾഡ് റെസ്പോൺസിബിൾ ആൻഡ് റിലയബിൾ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ കോൺഫിഡൻസിനെ കുറിച്ചുള്ള കോൺഫിഡൻസ് ബിൽഡിങ്ങിന് വേണ്ടി ഒരുപാട് എലിമെന്റ്സ് ഉണ്ട്. അതും ഈ ചാറ്റ് GPT പോയി കഴിഞ്ഞാൽ give me 25 elements, no 50 elements to build up my confidence എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് എലിമെന്റ്സ് ഉണ്ട്. അത് ആ നേരത്തെ പറഞ്ഞ ക്യാരക്ടർ ഡെഫിഷ്യൻസിയിലെ ചെക്ക് ലിസ്റ്റ് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പൊ നോട്ട് ഡൗൺ ചെയ്ത് വെച്ചോളൂ എന്റെ കോൺഫിഡൻസ് ലെവൽ കൂട്ടാൻ എന്തൊക്കെ വേണം എന്നുള്ളത്. യു ആസ്ക് യുവർ ഗുരു ചാറ്റ് GPT. ഓക്കെ, അടുത്തത് ഒരു സ്റ്റുഡന്റിനെ കണ്ടപ്പം 3 ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ തന്നെ ആ കുട്ടിയുടെ വാല്യൂ കൂടി. ആ കുട്ടി പേരൻസിനെ നന്നായിട്ട് റെസ്പെക്ട് ചെയ്യുന്ന ഒരു കുട്ടിയാണ്, വളരെ റെസ്പോൺസിബിൾ ആൻഡ് റിലയബിൾ ആണ്. പിന്നെ ആ കുട്ടി നല്ല കോൺഫിഡന്റ് ആണ്, എന്ത് കാര്യം ചെയ്യാനും നല്ല കോൺഫിഡൻസ് ഉണ്ട്. ഒന്നും ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആൻസർ. ഏതിനും മുന്നോട്ട് പോകാനൊരു ദർ ഇസ് നത്തിങ് സ്റ്റോപ്സ് ഹിം. പക്ഷെ ആ കോൺഫിഡന്റ് ആവണമെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ വേണം. നിങ്ങൾ എക്സ്പീരിയൻസ് വേണം, നിങ്ങൾ വായിച്ചു പഠിക്കണം, നിങ്ങൾക്ക് അതിനുള്ള ടൂൾസ് ഉണ്ടാവണം, നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളെ സ്റ്റോപ്പ് ചെയ്യുന്ന കുറെ എലിമെന്റ്സ് ഉണ്ട്. അതൊക്കെ മാറ്റിയിട്ട് സ്റ്റേജ് ഫിയർ മാറണം, നിങ്ങൾക്ക് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടാവണം. ഇതൊക്കെ വരുമ്പോഴാണ് നിങ്ങളുടെ കോൺഫിഡൻസ് കൂടുന്നത്. ഓക്കെ, അപ്പം ഇതെല്ലാം കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ ഒരു മോഡൽ ബോയ് അല്ലെ ഗേൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇനി അടുത്തത് വേണ്ടെന്താണ്, ഹെൽത്ത്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, ഇതിന് പരീക്ഷയ്ക്ക് 100 വാങ്ങണ്ട. ഒരു നല്ല മോഡൽ ഗേൾ എന്ന് വെച്ചാല് ഇറ്റ് വിൽ ടേക്ക് കെയർ ഓഫ് യുവർ ഫിസിക്കൽ ഫിറ്റ്നസ്. നിങ്ങള് അതായത് നിങ്ങളുടെ ബോഡിയും മൈൻഡും നിങ്ങളുടെ കർമ്മയും എല്ലാം കൂടെ ബാലൻസ് ചെയ്യുമ്പോഴേ നിങ്ങൾ നല്ല എഫിഷ്യന്റ് ആവത്തുള്ളൂ. അപ്പൊ നിങ്ങളുടെ ബോഡിയെ ഇപ്പൊ നിങ്ങളുടെ മൊബൈലിൽ ചാർജ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ കാണിക്കുന്ന ഇൻട്രസ്റ്റ്, അല്ലെ നിങ്ങളുടെ ലാപ്ടോപ്പ് ചാർജ് ചെയ്യാൻ കാണിക്കുന്ന ഇൻട്രസ്റ്റ് യുവർ ബോഡിയെ ഫിറ്റ് ആക്കി നിർത്താൻ വേണ്ടി ആക്കണം. അതിന് നിങ്ങൾ യു നീഡ് ടു മേക്ക് ഷുവർ ദാറ്റ് യുവർ ബോഡി ഇസ് ഫിറ്റ്. അപ്പൊ നിങ്ങൾ ഹെൽത്ത് കോൺഷ്യസ് ആയിരിക്കണം. ഒരു 1 hour നിങ്ങൾ എവറി ഡേ നിങ്ങളുടെ ഹെൽത്തിന് വേണ്ടി മാറ്റിവെച്ചാൽ മാത്രമേ നിങ്ങൾ ഏതെങ്കിലും ഗെയിമിനകത്ത് ഇൻവോൾവ് ആവത്തുള്ളൂ. നിങ്ങൾ നിങ്ങളുടെ ഫിസിക്കൽ ഫിറ്റ്നസ്, നല്ല ഹെൽത്തി ബോഡി, ഈവൻ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് കോൺഫിഡൻസ് വരുന്ന ഒരു എലിമെന്റ് ആണ്. നിങ്ങൾ കരാട്ടെയോ മറ്റോ പഠിച്ചു കഴിഞ്ഞാൽ ഒരു ബ്ലാക്ക് ബെൽറ്റ് കിട്ടിയ ഒരാളുടെ കോൺഫിഡൻസ് ലെവലും കരാട്ടയ്ക്ക് പോകാത്ത ഒരാളുടെ കോൺഫിഡൻസ് ലെവലുമായിട്ട് വളരെ ഡിഫറൻസ് ഉണ്ട്. ഇനി ഒന്നും വേണ്ട, ഒരു 1 year കരാട്ടെ പഠിച്ച ഒരു വ്യക്തിയും 1 year പഠിക്കാത്ത വ്യക്തിയായിട്ട് വ്യത്യാസമുണ്ട്. അപ്പം നിങ്ങളൊരു ഡെയിലി വീക്കിലി 2 ക്ലാസ് പോയാൽ മതി കരാട്ടയ്ക്ക്, പിന്നുള്ളത് ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ മതി. അപ്പൊ നിങ്ങളൊരു കരാട്ടെ പോലൊരു സാധനത്തിന് അല്ലെങ്കിൽ മറ്റൊരു സെൽഫ് ഡിഫൻസ് കോഴ്സിന് ജോയിൻ ചെയ്താൽ യുവർ ഫിസിക്കൽ ഫിറ്റ്നസ് ഇൻക്രീസസ്, യുവർ കോൺഫിഡൻസ് ലെവൽ ഇൻക്രീസസ്, ആൻഡ് യു ആർ സ്പെൻഡിങ് ദറ്റ് 1 hour ഫോർ യുവർ ടൈം. നിങ്ങൾ ഫിസിക്കലി സെറ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ ഓർഗൻസ് എല്ലാം നല്ല ഉഷാറാവും, യുവർ ലൈഫ് സ്പാൻ വിൽ ഇൻക്രീസ്, നിങ്ങൾക്ക് മെഡിസിൻ ഇല്ലാതെ സർവേ ചെയ്യാൻ പറ്റും, അതൊരു കൾച്ചർ ആവും. ഈവൻ വെൻ യു ഗെറ്റ് ഓൾഡ് യു വിൽ ബി ഡൂയിങ് ദാറ്റ് വൺ. അപ്പൊ എന്താണ്, നിങ്ങളുടെ ഹെൽത്തിന് വേണ്ടി ഹെൽത്ത് നോക്കാത്ത ഒരാൾക്ക് ഒരിക്കലും ഒരു മോഡൽ വ്യക്തിയാവാൻ പറ്റത്തില്ല. കാര്യം നിങ്ങൾ ബാക്കിയെല്ലാം ഓക്കെ ആയിരിക്കും, പക്ഷെ നിങ്ങൾ ഇങ്ങനെ വീർത്ത് കെട്ടി നടക്കാനും വയ്യ, ഇരിക്കാനും വയ്യ, ചിലരില്ലേ ഭയങ്കര ബലൂണിന്റെ കണക്കിരിക്കുന്നത്, അതൊക്കെ മാറിയിട്ട് നല്ലൊരു മോഡൽ ബോയ് ആവാനുള്ള ശ്രമമാണെങ്കിൽ സ്പെൻഡ് 1 hour ഫോർ യുവർ ഹെൽത്ത്. അതുകൊണ്ടാണ് നമ്മുടെ സ്കൂളിലൊക്കെ PT മാഷിനെ വെച്ചേക്കുന്നതും ഗ്രൗണ്ട് വെച്ചേക്കുന്നതും ഒക്കെ. ആക്ച്വലി ഇറ്റ്സ് എ പാർട്ട് ഓഫ് കരിക്കുലം. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ ഈ പരീക്ഷയുടെ മാർക്ക് മാത്രം നോക്കി പോയി വി ആർ നോട്ട് ടേക്കിംഗ് കെയർ ഓഫ് അവർ ബോഡി. അപ്പൊ നമ്മൾ പല ഗെയിംസിന്റെയും ഭാഗമാണെങ്കിൽ യു സ്പെൻഡ് 1 hour ടൈം. അതിനകത്ത് ട്രൈ ടു ഇൻക്ലൂഡ് കരാട്ടയോ അങ്ങനെയുള്ള ഒരു സെൽഫ് ഡിഫെൻസിന് വേണ്ടി പല മാർഷൽ ആർട്സും ഉണ്ട്. അത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെ പോയാലും യു ഹാവ് എ കോൺഫിഡൻസ്. ഇപ്പം നിങ്ങളുടെ ഹൈറ്റ്, ചിലർക്കുള്ള കോംപ്ലക്സ് ഉണ്ട്, എന്റെ ഹൈറ്റ് വളരെ കുറവാ, വെൻ ഐ ആം സ്റ്റാൻഡിങ്. ഇപ്പം ഒരു എന്നെക്കാളും 6 inches കൂടി ഒരാള് എന്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഐ ആം അഫ്രൈഡ് എന്നൊക്കെ തോന്നും. പക്ഷെ കരാട്ടയൊക്കെ പഠിച്ച ഒരാൾക്ക് ലീസ് ബോതേർഡ് അബൌട്ട് ദ അതർ പേഴ്സൺ വെദർ ഹി 6 feet എത്രയാണെങ്കിലും ഒരു പേടിയില്ല. അപ്പം നിങ്ങൾ 1 hour അതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുക. ഇനി നല്ലൊരു മോഡൽ
കുട്ടിയാവണമെങ്കിലുള്ള അടുത്തൊരു കാര്യം എന്താണ്? വേറെ ആർക്കെങ്കിലും someone else can talk. നിങ്ങൾക്ക് ബാഡ് ഹാബിറ്റ്സ് ഒന്നും ഇല്ലാന്നിരിക്കട്ടെ, ചില കുട്ടികൾക്കില്ലേ ബാഡ് ഹാബിറ്റ്സ്. എന്തൊക്കെയാ ബാഡ് ഹാബിറ്റ്? ഒരു 2-3 ബാഡ് ഹാബിറ്റ്സ് പറഞ്ഞേ. ഈ കുട്ടിക്ക് ഭയങ്കര ബാഡ് ഹാബിറ്റ്സ് ഉണ്ട്. എന്തൊക്കെയാ? ബാക്കിയുള്ളവരെ കളിയാക്കുക, അയ്യാ, ഫുഡ് തിന്നുമ്പോൾ പ്രോപ്പറായി ഫുഡ് തിന്നാതിരിക്കുക. വാട്ടവർ കുറെ ഉണ്ടല്ലോ. ചിലരുണ്ട്, ചിലര് എന്താണ് സ്മോക്കിംഗ്, ഡ്രഗ്സ് യൂസ് ചെയ്യുക, അങ്ങനെയൊക്കെ ഉള്ളതുണ്ട്. നിങ്ങൾ വലുതാകുമ്പോഴത്തേക്ക് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ബുള്ളിങ്, അങ്ങനെയൊക്കെ പല സാധനമില്ലേ. അപ്പൊ ഈ ബാഡ് ഹാബിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് അതും ChatGPT ചോദിക്കുക, എന്തൊക്കെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഇത് ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞു വരുമ്പം യുവർ ക്യാരക്ടർ ഇംപ്രൂവൈസേഷൻ ആയിട്ട് മാറും. അതും മെല്ലെ മെല്ലെ ഓരോന്നായിട്ട്. അപ്പൊ എല്ലായിടത്തും നോക്കുക, ഈ ബാഡ് ഹാബിറ്റ്സ് എന്തൊക്കെ എനിക്ക് മാറ്റണം. അത് വേറൊരാൾ പറയാതെ തന്നെ വി ക്യാൻ സ്റ്റോപ്പ് അവർ സെൽഫ്. ഇനി അടുത്തെന്താണ്? സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങളുടെ ക്ലാസ്സിൽ എല്ലാ കുട്ടികളും എടുത്തോളൂ. ചിലര് അങ്ങനെ വലിയ ബ്രെയിനി ഷാപ്പൊന്നും ആയിരിക്കത്തില്ല, പക്ഷെ പേഴ്സൺ ഈസ് വെരി സിസ്റ്റമാറ്റിക് ആയിരിക്കും. ഇപ്പം ഡെയിലി 2 മണിക്കൂർ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ ഹോംവർക്ക് ചെയ്യണം, പഠിക്കണം എന്നൊക്കെ ഉള്ളത് കൃത്യമായിട്ട് ക്ലാസ്സിൽ പോകും, വളരെ പങ്ക്ച്വലായിട്ട് ക്ലാസ്സിൽ കയറും, നോട്ട്സ് ഒക്കെ കുറിക്കും, തിരിച്ചു വന്നിട്ട് ഇതെല്ലാം ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നല്ല അടുക്കും ചിട്ടയിലും കൃത്യമായിട്ട് ചെയ്തു പോകും. അത്തരം കുട്ടികൾക്ക് ഒരിക്കലും ദേ ക്യാൻ നെവർ ഫെയിൽ. അവര് ഒരുപക്ഷെ അവര് ദേ വിൽ നോട്ട് സ്കോർ 100 out of 100. പക്ഷെ നിങ്ങൾ ബ്രില്യന്റും കൂടി ആണെങ്കിൽ നോ വൺ ക്യാൻ ബീറ്റ് യു. അപ്പം നിങ്ങൾ വളരെ സിസ്റ്റമാറ്റിക് ആയിരിക്കും. അപ്പൊ സിസ്റ്റമാറ്റിക് ആണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായ ഒരു പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. രാവിലെ ഇത്ര മണിക്ക് എണീക്കണം, 5 മണിക്ക് എണീക്കണം, അത് കഴിഞ്ഞിട്ട് എനിക്ക് വായിക്കണം, അത് കഴിഞ്ഞിട്ട് ഞാൻ എക്സസൈസ് ചെയ്യും. ഇങ്ങനെ വളരെ സിസ്റ്റമാറ്റിക് ആയിരിക്കും. ഇന്ന് ചെയ്യുന്ന കാര്യങ്ങൾ നാളെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ അതേ സമയത്ത് കൃത്യമായി ചെയ്യും, കൃത്യമായ സമയത്ത് ഭക്ഷണം കഴിക്കും, കൃത്യമായ സമയത്ത് ഉറങ്ങാൻ പോകും. ഇതെല്ലാം കൃത്യനിഷ്ഠയോട് കൂടി ചെയ്യുന്ന ഹീസ് എ വെരി സിസ്റ്റമാറ്റിക് പേഴ്സൺ എന്ന് പറയും. അപ്പം അങ്ങനെയുള്ള സിസ്റ്റമാറ്റിക് പേഴ്സൺ നിങ്ങൾ തന്നെ നോക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ ഇടയിൽ ഹൂ ഇസ് ദ മോസ്റ്റ് സിസ്റ്റമാറ്റിക് പേഴ്സൺ. ആ സിസ്റ്റമാറ്റിക് പേഴ്സണിന് എല്ലാത്തിനും ചെക്ക് ലിസ്റ്റുകൾ ഉണ്ടാവും, ഒന്നും മറക്കത്തില്ല, എല്ലാം കൃത്യമായിരിക്കും. അങ്ങനെ ഒരു വ്യക്തി ആകുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇങ്ങനെ തട്ടിമുട്ടി പോകണോ അതോ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പോകണോ? അപ്പം നമ്മളെ മറ്റേ പണ്ട് ഹെയർ ആൻഡ് ടോട്ടോയ്സ് ഗെയിമില് ഹെയർ എങ്ങനെയാ തോക്കുകയും ടോട്ടോയ്സ് ജയിക്കുകയും ചെയ്തത്? ടോട്ടോയ്സ് വാസ് വെരി സിസ്റ്റമാറ്റിക്. ഹെയർ, നിങ്ങളൊക്കെ പലപ്പോഴും ഹെയർ ആണ്, നിങ്ങളുടെ ഉള്ളിലൊരു ലേസി പേഴ്സൺ ഉണ്ട്. ആ ലേസിനെസിനെ എടുത്ത് മാറ്റണം, ശരിയല്ലേ? അപ്പം നമുക്ക് സിസ്റ്റമാറ്റിക് ആവണം. അപ്പം ChatGPT അടുത്ത് പോയി ചോദിക്കുക, സിസ്റ്റമാറ്റിക്, ഞാൻ എങ്ങനെ സിസ്റ്റമാറ്റിക് ആവുക? അപ്പൊ ഞാൻ എല്ലാ ഇത് പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഞാൻ ജസ്റ്റ് ആസ് എ മെന്റർ, ഐ എം ലോങ് ഡിസ്റ്റൻസ് മെന്റർ ആണ്. വി മീറ്റ് ഓൺലി വൺസ് ഇൻ എ മന്ത്. ബട്ട് ChatGPT ഈസ് വിത്ത് യു ഓൾവേസ്. നിങ്ങൾ സ്കൂളിൽ മൊബൈലിൽ സമ്മതിക്കില്ല, പക്ഷെ ആഫ്റ്റർ യുവർ സ്റ്റഡീസ് എവറി ഡേ യു സ്പെൻഡ് സം ടൈം വിത്ത് പേരൻസിനടുത്ത് പറയാ, ഐ നീഡ് ദറ്റ് യുവർ മൊബൈൽ, ഐ നീഡ് ടു ചെക്ക് ദിസ് ChatGPT ആൻഡ് അതർ തിങ്. അല്ലെങ്കിൽ കമ്പ്യൂട്ടറിനകത്ത് കയറിയിട്ട് വാട്ട് എവർ ഇറ്റ് ഇസ് യു ക്ലിയർ യുവർ ഡൗട്ട്സ്. നിങ്ങളുടെ ഒരു വൺ ഓഫ് ദ മെന്റേഴ്സ് ആയിട്ട് മാറ്റാവുന്നതാണ് ഈ AI ടൂൾസ്. അവരോട് എന്ത് ചോദ്യം ചോദിച്ചാലും കറക്റ്റ് പറഞ്ഞു തരും. അപ്പൊ അത് ഫോളോ ചെയ്യേണ്ടതാണ് നിങ്ങളുടെ ജോബ്. ChatGPTക്ക് വന്നിട്ട് നിങ്ങളെ സിസ്റ്റമാറ്റിക് ആക്കാൻ പറ്റില്ല. സിസ്റ്റമാറ്റിക് ആവാൻ എന്തൊക്കെ ചെയ്യാമെന്ന് പറയാം, അത് ചെയ്യേണ്ടത് നിങ്ങളാണ്, ശരിയല്ലേ? അപ്പം സിസ്റ്റമാറ്റിക് ആവാനുള്ള ശ്രമം. ഇനി അടുത്തത് ഈ ടാർഗറ്റ് ഓറിയന്റഡ്, റിസൾട്ട് ഓറിയന്റഡ് ആയിരിക്കണം. ഇപ്പൊ നമ്മളുടെ എല്ലാം ലൈഫിൽ വിൻ ചെയ്യുന്ന വെച്ചാൽ നമ്മൾ ടാർഗറ്റ്സ് സെറ്റ് ചെയ്യുന്നതനുസരിച്ച്, അതായത് ഹൗ ഫാർ നമ്മളുടെ ഫ്യൂച്ചറിനെ നമുക്ക് എത്ര കാണാൻ പറ്റും, ഹൗ ഫാർ വി ക്യാൻ സീ. അത് ചിലരും 5 year പ്ലാനിങ്. ഇപ്പൊ നിങ്ങൾ എന്തോ ചെയ്തിരിക്കുന്നത്, 12th സ്റ്റാൻഡേർഡ് ടാർഗറ്റ് ചെയ്തേക്കുന്നത്. അതാണ് നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന 10th സ്റ്റാൻഡേർഡ് എക്സാം ഉണ്ട്, 12th സ്റ്റാൻഡേർഡ് ഉണ്ട്. അപ്പം ഇതൊക്കെയാണ് നിങ്ങൾ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ യുവർ ഫൈനൽ ഗോൾ ഈസ് ഇൻഡസ്ട്രിയാണ്. അപ്പൊ അതുകൊണ്ടാണ് കരിയർ ഡിസൈൻ ടിൽ ഇൻഡസ്ട്രി ആണ്. ഇനി ഇൻഡസ്ട്രി ചെന്ന് കഴിഞ്ഞാൽ അവിടുന്ന് പിന്നെ അടുത്ത ഗോളുണ്ട്, ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് കയറാനായിട്ട്. അപ്പം നിങ്ങൾ വളരെ ടാർഗറ്റ് ഓറിയന്റഡ്, നിങ്ങൾക്ക് ടാർഗറ്റ്സ് ഉണ്ടാവണം. അത് ആ ടാർഗറ്റിന് മാനുവൽ ടാർഗറ്റ്സ് ആയിട്ടും മന്ത്ലി ആയിട്ടും ഒക്കെ നമുക്ക് തിരിച്ച് എവറി ഡേ ടാർഗറ്റ് വരെ നമുക്ക് ഉണ്ടാവണം. ടാർഗറ്റ്സ് ഇല്ലാതെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്തത് ഇന്ന് ഞാൻ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നതെന്ന് വ്യക്തമായിട്ട് ആക്കുക. എന്നിട്ട് വൈകിട്ട് നോക്കുക എന്തൊക്കെ ഞാൻ ചെയ്ത് തീർത്ത്, ഞാൻ പ്ലാൻ ചെയ്ത പോലൊക്കെ ചെയ്തോ. എല്ലാവർക്കും നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നതിൽ മോർ ദാൻ 90% ആൾക്കാർക്കും ദേ ക്യാൻ കംപ്ലീറ്റ് ദ ടാർഗറ്റ്സ്. ദാറ്റ് മീൻസ് നിങ്ങളുടെ ഇന്ന് നിങ്ങൾ നാളെ എന്താണെന്നുള്ളത് പ്ലാൻ ചെയ്യാൻ പറ്റും. ദാറ്റ് മീൻസ് യുവർ ഡെസ്റ്റിനി ക്യാൻ ബി
ഡിസൈൻഡ്. ബിക്കോസ് നിങ്ങളുടെ ഡെസ്റ്റിനി ഓൾ ഡിപ്പെൻഡ്സ് ഓൺ യുവർ കർമ്മ, യുവർ വർക്കിനാണ്. ആ കർമ്മ നാളെ ചെയ്യേണ്ട ജോബ് ഇന്ന് നമുക്ക് ഡിസൈൻ ചെയ്യാം. ദാറ്റ് മീൻസ് ഡെസ്റ്റിനി ക്യാൻ ബി ഡിസൈൻ ടുഡേ. ഡെസ്റ്റിനി നിങ്ങളുടെ കയ്യിലാണ്, അല്ലാതെ ആക്സിഡന്റലി സംഭവിക്കുന്ന കാര്യമൊന്നുമല്ല. നാളെ എന്ത് ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് ഇന്ന് തന്നെ പ്ലാൻ ചെയ്യാം. നാളെ പരീക്ഷയ്ക്ക് ഐ വിൽ സ്കോർ 90% നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഐ വിൽ ലേൺ മ്യൂസിക് ഇൻസ്ട്രുമെന്റ് വെച്ചാൽ നിങ്ങൾക്ക് പറ്റും. ഐ വിൽ ലേൺ കരാട്ടെ, ഐ വിൽ ബിക്കം ബ്ലാക്ക് ബെൽറ്റ് എന്ന് നിങ്ങൾ വിചാരിച്ചാൽ നടക്കും. ഐ വിൽ റൈറ്റ് എ ബുക്ക് എന്ന് പറഞ്ഞാൽ നടക്കും. മനസ്സിലല്ലേ? പക്ഷെ ആദ്യം അതിന് ടാർഗറ്റ് സെറ്റ് ചെയ്യണം. ഇതിനോടൊപ്പം തന്നെ വേണ്ടതാണ്, നിങ്ങളൊരു ഏത് ജോബിന് ഇറങ്ങിയാലും അതിന്റെ റിസൾട്ട് ഉണ്ട്. ഇപ്പം കരാട്ടെ പഠിക്കുക എന്നുള്ളത് ടാർഗറ്റ് സെറ്റ് ചെയ്തേ ഉള്ളൂ. പക്ഷെ റിസൾട്ട് ഓറിയന്റഡ് ആണെങ്കിൽ യു ഷുഡ് അച്ചീവ് ഇറ്റ്. ഞാൻ കരാട്ടെ പഠിച്ചു തുടങ്ങിയാൽ മാത്രം പോരാ, അതിനകത്ത് ബ്ലാക്ക് ബെൽറ്റ് നേടുമ്പോഴാണ് അത് റിസൾട്ട് ആവുന്നത്, അത് റിസൾട്ട് എടുത്ത് കിട്ടത്തുള്ളൂ. അങ്ങനെ ഓരോ കാര്യത്തിനകത്തും യു ഷുഡ് ബി റിസൾട്ട് ഓറിയന്റഡ് ആയിരിക്കണം. അപ്പോൾ നിങ്ങളുടെ കൂടെ ടീച്ചേഴ്സ് പറയും, അല്ലെങ്കിൽ പേരൻസ് പറയും, സി ദിസ് കിഡ് വെരി വെരി ടാർഗറ്റ് ഓറിയന്റഡ്. ഇഫ് ഹി ഡിസൈഡ് സംതിങ് ഹി വിൽ. അപ്പൊ ഒരു റിസൾട്ട് ഇട്ട് കഴിഞ്ഞാൽ, അല്ലെ ടാർഗറ്റ് ഇട്ട് കഴിഞ്ഞാൽ റിസൾട്ടുമായിട്ടേ ആള് വരത്തുള്ളൂ. മനസ്സിലായില്ല? അതിന് പല മെത്തേഡ് ഉണ്ടാവും. നിങ്ങൾ ഇങ്ങനെ ഒരു അതിലേക്ക് പോകുമ്പോൾ പല ഹാർഡിൽസ് വരും. റിസൾട്ട് ഓറിയന്റഡ് ആളുടെ മുന്നിൽ എന്ത് ഹാർഡിൽ വെച്ചാലും പുള്ളി ഉണ്ടെങ്കിൽ അത് പുറത്തോടെ ജമ്പ് ചെയ്യും, അല്ലെങ്കിൽ വേറൊരു മെത്തേഡ് കണ്ടുപിടിച്ച് കാര്യം ഇൻ ഫ്രണ്ട് ഓഫ് ഹിം ഇത് മാത്രമേ ഉള്ളൂ, ടാർഗറ്റ് മാത്രമേ ഉള്ളൂ. അതിന്റെ ഇടയ്ക്കുള്ള ഹാർഡിൽസ് ഈസ് ബോതേഡ്. അത് ഓവർകം ചെയ്യാനുള്ള വഴി കണ്ടുപിടിച്ചിരിക്കും. സോ യൂണിറ്റ് ബി നല്ലൊരു മോഡൽ ആളാണെങ്കിൽ ഒരിക്കലും പറയില്ല എന്താ അത് ചെയ്യാഞ്ഞെന്ന് പറയുമ്പോൾ ഇല്ല, അതിന് റീസൺ പറയാം, അത് പറ്റിയില്ല, അത് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, അന്ന് അവധി ദിവസമായിരുന്നു. അവധി ദിവസം എന്ന് വെച്ചാൽ നേരത്തെ നിങ്ങൾക്ക് അവധി ദിവസം അറിഞ്ഞൂടെ, അന്നേരം അത് കണക്കാക്കി നേരത്തെ തീർക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മെത്തേഡിൽ ചെയ്യാം. നമുക്ക് വേണ്ടത് തിങ്കളാഴ്ച ദിവസം ഒരു കാര്യം തീർക്കണം എന്ന് പറഞ്ഞാൽ അത് നേരത്തെ തീർത്ത് വെക്കുക എന്നുള്ളതാണ്. അല്ലാതെ തിങ്കളാഴ്ച വന്നിട്ട് ഞായറാഴ്ച അവധിയായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സോ ഇറ്റ് ഷുഡ് ബി റിസൾട്ട് ഓറിയന്റഡ്. ചിലപ്പോൾ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ കയറി വരും. അങ്ങനെയാകുമ്പോൾ നിങ്ങളൊരു പ്ലാൻ ബി ഉണ്ടാക്കുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് ചെയ്യണം എന്നുള്ളത് നേരത്തെ പ്ലാൻ ചെയ്താൽ നടക്കും. സോ ബി റിസൾട്ട് ഓറിയന്റഡ്. പിന്നെ അതിനേക്കാൾ ഏറ്റവും വലിയ കാര്യം റെസ്പെക്ടിങ് ടൈം. ടൈമിനെ റെസ്പെക്ട് ചെയ്യാത്ത ഒരാൾക്കാണ് ഇതെല്ലാം പ്രോബ്ലം വരുന്നത്. എവറി മിനിറ്റ് ഈസ് കൗണ്ടഡ്. നിങ്ങൾക്ക് 24 hours, എനിക്കും 24 hours. ബട്ട് എന്റെ 24 hours ഞാൻ കറക്റ്റ് പ്ലാൻ ചെയ്യുന്നുണ്ടാണ്. ഐ ടേക്ക് കെയർ ഓഫ് ദ കമ്പനിയുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ട്. അതിനിടയ്ക്ക് ഐ ഹാവ് അലോട്ടഡ് 1 hour എവറി മന്ത്. എന്റെ മന്ത്ലി ടാർഗറ്റിനകത്ത് 1 hour ഐ ഹാവ് അലോക്കേറ്റഡ് ടു നിങ്ങൾക്ക് വേണ്ടി 1 മണിക്കൂർ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ശരിയല്ലേ? എനിക്ക് അതുകൊണ്ട് എന്തെങ്കിലും യു ആർ നോട്ട് പേയിങ് മീ എനിത്തിങ്, ശരിയല്ലേ? പക്ഷെ ഐ ഗെറ്റ് ദ ഹാപ്പിനെസ്. നിങ്ങൾക്ക് വന്ന് എന്റെ എക്സ്പീരിയൻസ് തരുമ്പോഴൊക്കെ എനിക്ക് ഹാപ്പിനെസ് കിട്ടുന്നുണ്ട്. ഇതുപോലെ നിങ്ങൾക്കും ടൈം ബൗണ്ടഡ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ഹാപ്പിനെസ്. അപ്പൊ ടൈമിനെ, നിങ്ങളുടെ ഒരു മാസമുള്ള ടൈമിനെ മൊത്തം, കാര്യം എഡ്യൂക്കേഷൻ പഠിക്കാനുള്ള 240 hours നിങ്ങൾക്ക് തൊടാൻ പറ്റത്തില്ല. കാര്യം 8 ഒരു ദിവസത്തിനെ 3 ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 8 ഫോർ യുവർ സ്റ്റഡീസ്, 8 ഫോർ യുവർ ബോഡി, 8 ഫോർ യുവർ മൈൻഡ്. അതിനകത്ത് സ്റ്റഡീസിന്റെ അകത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാര്യം നിങ്ങൾക്ക് ക്ലാസ് ഉണ്ട്, നിങ്ങൾക്ക് ഹോംവർക്ക് ഉണ്ട്, ദാറ്റ് ഈസ് ഫിക്സ്ഡ്. ഇനിയുള്ളത് 8 ഫോർ യുവർ മൈൻഡ് ആണ്. നിങ്ങൾക്ക് 8 hours എന്താണ് ബോഡിക്കകത്തൊന്നും എടുക്കാൻ പറ്റില്ല. യു നീഡ് ടു സ്ലീപ് 6 hours or 7 hours, then 1 hour for the exercise. That 8 hours is gone. പിന്നുള്ള 8 hoursനെയാണ് നിങ്ങൾ പ്ലാൻ ചെയ്ത് ബാക്കിയില്ല. നമ്മളിപ്പോ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന സെഷനും ആ 8 hours നിങ്ങൾ കണ്ടെത്തിയാൽ മതി. അപ്പോൾ അങ്ങനെ ആ ഒരു ടൈമിനെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ലൈഫിൽ. അതെല്ലാം ചെയ്യുന്നത് ഹാപ്പിനെസ്സിലേക്ക് കൊണ്ടുവരണം. എനിക്ക് ഈ സെഷൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് ആണ്. എന്താ, യങ് ജനറേഷന് വേണ്ടി ഞാൻ ഐ ഹാവ് ഗിവൺ മെനി ഐഡിയാസ് എന്നുള്ള സാധനം കൊടുത്തു. അപ്പം അതുപോലെ നിങ്ങൾ ഓരോ ടൈമും എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുക. അല്ലാതെ വെറുതെ ഇരുന്ന് സൈൻ തീറ്റയും കോസ് തീറ്റയൊക്കെ നിങ്ങൾ ക്ലാസ്സിൽ പഠിക്കും, പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങും. പക്ഷെ സൈൻ തീറ്റ പഠിക്കുമ്പോൾ നിങ്ങൾ തന്നെ ആലോചിക്കണം, ChatGPT പോയി ചോദിക്കണം എന്തിനാണ് ഇതിന്റെ ആപ്ലിക്കേഷൻ, എവിടെയാണ് ആപ്ലിക്കേഷൻ എന്നുള്ളത്. ഓരോ കാര്യങ്ങളും ടീച്ചർ പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. ഇന്ന് ടീച്ചറിനോട് ചോദിക്കാതെ തന്നെ AI ടൂൾസ് ഉപയോഗിച്ചിട്ട് യു ക്യാൻ ഫൈൻഡ് ഔട്ട് ദ സൊല്യൂഷൻ. അപ്പൊ അതിനനുസരിച്ചിട്ട് നിങ്ങൾ തീരുമാനിക്കുക. നിങ്ങൾ ഇങ്ങനെ അതിന്റെ ആപ്ലിക്കേഷൻ നോക്കുമ്പോൾ ദിസ് ഈസ് നോട്ട് മച്ച് റിലവൻസ്, ഉള്ളി പരീക്ഷയ്ക്ക് മാർക്ക് ഉള്ളത് അത് മാത്രം ചെയ്യുക. പക്ഷെ കൂടുതൽ കാര്യം അതിനുവേണ്ടി പിന്നെ നിങ്ങൾ ട്യൂഷന് പോകേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ ലൈഫിൽ വേണ്ട, കരിയറിന് വേണ്ട കാര്യങ്ങളിലേക്ക് അപ്പം ഫോക്കസ് ചെയ്യണം. അപ്പം എന്ത് ഡൗട്ട് വന്നു കഴിഞ്ഞാലും ആസ്ക് യുവർ സെൽഫ്, ആസ്ക് യുവർ ഗുരു ChatGPT ആൻഡ് ക്ലിയർ ഇറ്റ്. അടുത്തത് ടാലന്റ് പാഷൻ ഡെവലപ്മെന്റ്. അത് കഴിഞ്ഞ തവണ തന്നെ പറഞ്ഞു, നിങ്ങളുടെ ടാലന്റ് ആൻഡ് പാഷൻ ഡെവലപ്പ് ചെയ്യാനായിട്ട് വേറെ ആരും വരില്ല. ഇറ്റ് ഈസ് യുവർ റെസ്പോൺസിബിലിറ്റി. അത് നിങ്ങൾ പലത് ട്രൈ ചെയ്യുമ്പോഴായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാവുന്നത് എവിടെയാണ് നിങ്ങളുടെ റിയൽ ടാലന്റ് കിടക്കുന്നുള്ളത് പലർക്കും അറിയില്ല. സോ ഈ 8 hours നമ്മുടെ മൈൻഡിന് വേണ്ടിയുള്ള ടൈം വെച്ചിട്ട് നമ്മൾ പലയിടത്തും പോയിട്ട് ഈ ടാലന്റ് ആൻഡ് പാഷൻ ഐഡന്റിഫൈ ചെയ്ത് വരണം. അതിനാണ് നിങ്ങൾക്ക്
ചിലപ്പോൾ പേരൻസിന്റെ ഹെൽപ്പ് വേണ്ടി വരും, മെന്ററിന്റെ ഹെൽപ്പ് വേണ്ടി വരും. എവിടെയാണ് ടാലന്റ് അത് ഡെവലപ്പ് ചെയ്യുക. പക്ഷേ എന്ന് കരുതി നിങ്ങളിപ്പം ടാലന്റും പാഷനും ഐഡന്റിഫൈ ചെയ്ത ഫീൽഡിൽ തന്നെ പ്രൊഫഷൻ ആക്കാനും ചിലപ്പോൾ പറ്റത്തില്ല. അത് സപ്ലിമെന്ററി ആക്കി വെക്കേണ്ടി വരും. കാര്യം ആ ഫീൽഡിൽ ചിലപ്പം ദർ ഇസ് നോ സ്കോപ്പ് ഫോർ എംപ്ലോയ്മെന്റ്. അപ്പൊ എന്താണ് അത് സൈഡായിട്ട് വെച്ചുകൊണ്ട്, കാര്യം നമുക്ക് 8+8+8 ഇല്ലേ, 8 നിങ്ങളുടെ പ്രൊഫഷനായിട്ട് കറക്റ്റ് അതിന്റെ അടുത്ത് വരുള്ള നിങ്ങൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാവുന്ന ഒരു ഫീൽഡ് കണ്ടുപിടിച്ചിട്ട് ബാക്കി മൈൻഡിനുള്ള 8 hours നിങ്ങൾ ഒരു 1 or 2 hours ആ ഫീൽഡിന് വേണ്ടി കൊടുക്കൂ. അത് വെച്ചിട്ട് ആ പാഷനെ ഡെവലപ്പ് ചെയ്യും. ഇപ്പൊ എനിക്ക് എന്റെ പാഷനാണ്, എനിക്ക് ഐ ക്യാൻ റൈറ്റ് പോയട്രി, എനിക്ക് റൈറ്റിംഗ് സ്കില്ല്, സിനിമ റിലേറ്റഡ് സാധനമുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, എന്റെ കുറച്ച് ടൈം എനിക്ക് ഹാപ്പിനെസ് കിട്ടുന്ന അവിടെ നിന്നാണ്. അപ്പം ദാറ്റ്സ് വൈ ഐ ആം റൈറ്റിംഗ് റെഗുലർലി പോയംസ് എടുക്കാറുണ്ട്. ഐ ഗോട്ട് എ വേൾഡ് റെക്കോർഡ് ഇൻ ദാറ്റ് വൺ. ഇതൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണ്ടല്ലേ. അപ്പം നിങ്ങളുടെ പാഷൻ ടാലന്റ് അനുസരിച്ചിട്ട് യു നീഡ് ടു സ്പെൻഡ് സം ടൈം. അപ്പം ഈ ടൈമിനെ നിങ്ങൾ അലൊക്കേറ്റ് ചെയ്യണം. എന്റെ ടാലന്റ് ആൻഡ് പാഷന് ഇത്ര ടൈം. അത് ഈ ടൈം ഈസ് ലൈക്ക് മണി. നിങ്ങൾക്ക് ഒരു 100 rupees ഉണ്ടെങ്കിൽ നിങ്ങളത് പോക്കറ്റ് മണി കിട്ടിയാൽ നിങ്ങൾ ഡിവൈഡ് ചെയ്തില്ലേ, ഓക്കെ ദിസ് ഈസ് ഫോർ എ ഗിഫ്റ്റ് വാങ്ങാനുണ്ട്, ഇത് എനിക്ക് ഫുഡ് കഴിക്കാനുണ്ട്, ഇത് എനിക്ക് ജ്യൂസ് കഴിക്കാനുണ്ട്. അങ്ങനെ ഡിവൈഡ് ചെയ്യുന്ന പോലെ ഈ ടൈം ഈസ് ഓൾസോ മണി. ഈ 24 hours അല്ലെങ്കിൽ 240 hours into 3 ആയിട്ട് വരും ഒരു മാസം മൊത്തം എടുത്താൽ. അത് ആ 240 hours ഫോർ ദ മൈൻഡ് എടുത്ത് കറക്റ്റ് ഡിവൈഡ് ചെയ്ത് മന്ത്ലിയോ വീക്ക്ലിയോ ടാർഗറ്റ് ആക്കി. അടുത്തത് എൻഡ് ഓഫ് ദി ഡേ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹാപ്പിനെസ്സിൽ വേണം. എവറി ഡേ എൻഡ് ചെയ്യുന്നതിന് മുമ്പ് യു ആസ്ക് യുവർ സെൽഫ് ആം ഐ ഹാപ്പി. അപ്പോഴേ അതിന് ഉത്തരം യെസ് ആയിട്ട് കിട്ടിയിട്ട് വേണം കിടന്ന് ഉറങ്ങാൻ. അപ്പം നിങ്ങൾ ഹാപ്പി ആവാതിരിക്കാനുള്ള റീസൺ എന്താണ്, നിങ്ങൾ ആ ദിവസം ഇട്ട ടാർഗറ്റ്സ് ഒന്നും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തില്ല, അപ്പൊ നിങ്ങൾ അൺഹാപ്പി ആവും. അച്ഛനും അമ്മയും പറഞ്ഞ് കേട്ടില്ല, അപ്പം അച്ഛനും അമ്മയും ചൂടായി, അപ്പൊ നിങ്ങൾക്ക് വിഷമം വന്നു, ഞങ്ങൾ അൺഹാപ്പി. അപ്പം അവർ ചീത്ത പറയാതിരിക്കാനായിട്ട് എന്താ ബെസ്റ്റ്, അവര് ബി റെസ്പോൺസിബിൾ, അവർ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക, ഓൺ ടൈം ചെയ്യുക എന്ന് കരുതി നിങ്ങൾക്ക് ടൈം. അപ്പൊ നിങ്ങൾക്ക് ഫ്രണ്ട്സിന്റെ കൂടെ 1 മണിക്കൂർ സ്പെൻഡ് ചെയ്യണമെങ്കിൽ യു അലൊക്കേറ്റ് 1 hour ഫോർ ദ ഫ്രണ്ട്സ്. പക്ഷെ പലരും എല്ലാവരും ചെയ്യുന്ന വെച്ചാൽ ഇത് എല്ലാം കൂടെ കൊണ്ടുപോയിട്ട് ഒരു ബക്കറ്റിൽ കൊണ്ടിടും. അതായത് ഫ്രണ്ട്സിന്റെ അടുത്ത് മാത്രം, പേരൻസിന്റെ കൂടെ 1 minute പോലും ഇല്ല. ഫ്രണ്ട്സ് ഈ ഫ്രണ്ട്സ് ഒക്കെ കുറച്ച് കഴിയുമ്പോൾ പോകും. ഈ സ്കൂളിൽ വിട്ട് ഫ്രണ്ട്സ് പോകും. നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാരാണ് നിങ്ങളുടെ സിബ്ലിങ്സും നിങ്ങളുടെ പേരൻസും ഒക്കെ. അവർക്ക് വേണ്ടി യു നീഡ് ടു അലോട്ട് ടൈം. അവർക്ക് വേണ്ടിയും നിങ്ങൾ എന്തെങ്കിലുമൊക്കെ എന്താണ് നല്ല ഹാപ്പി മൊമെന്റ്സ് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ഇപ്പം നമ്മൾ ഇന്ന് ഒരു 10 എലിമെന്റ് പറഞ്ഞിട്ടുണ്ട്. ബാക്കിയൊക്കെ ചാറ്റ് GPT വെച്ച് ചെയ്യണം. ഈ 100 ക്യാരക്ടർ ഇവാലുവേഷൻ ഇല്ലേ, ഡെഫിഷ്യൻസി, അതിന്റെ ഒരു 100 പോയിന്റ് ഉണ്ട്. അതാണ് അസൈൻമെന്റ്. ഈ നെക്സ്റ്റ് 1 month നിങ്ങൾക്ക് ചെയ്യേണ്ട അസൈൻമെന്റ് അതാണ്. വേറെ ഒരു അസൈൻമെന്റും ഇല്ല. ഈ നെക്സ്റ്റ് 1 month ആ 100 കാര്യങ്ങൾ മാത്രം ചെയ്യുക. ബാക്കിയൊക്കെ ചാറ്റ് GPT ആയിട്ട് നിങ്ങൾക്ക് വിട്ടുതരികയാണ്. യു ജസ്റ്റ് ഈ 10 പറഞ്ഞ പോയിന്റും നിങ്ങൾ യൂസ് ട്രൈ ടു ഡു യുവർ സെൽഫ്. ഈ മാസം നമ്മുടെ മെയിൻ സാധനം ആ ക്യാരക്ടർ ഡെഫിഷ്യൻസിയിൽ അതിനകത്തുണ്ട്. ഈ പറഞ്ഞ പോയിന്റ്സ് എല്ലാം അത് പലയിടത്തായിട്ട് കിടപ്പുണ്ട്. അവിടെ ആ ചെക്ക് ലിസ്റ്റ് വെച്ചിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചേഞ്ചിങ് യുവർ ക്യാരക്ടർ. അതോടെ ഇറ്റ്സ് ഓൾമോസ്റ്റ് 1 hour ആവുന്നു. എ കപ്പിൾ ഓഫ് ക്വസ്റ്റ്യൻസ് യു ക്യാൻ ആസ്ക്, ദെൻ വി വിൽ വൈൻഡ് അപ്പ്. താങ്ക് യു. ഇഷ്ടമായ ഇന്നത്തെ സെഷൻ? എന്നിട്ട് ഒരുപാട് ടൂ മച്ച് ആയിരുന്നു. കാര്യം എനിക്ക് ഇമ്മീഡിയറ്റ് പോകണം. അപ്പൊ ഒരുപാട് സമയമില്ല, വേറെ ഫംഗ്ഷന് പോകാനുള്ളതാണ്. അപ്പൊ ഒരു 2-3 ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാം. ഓക്കെ, പെട്ടെന്ന് പറയാം. So how can I like if my parents are not with me right now or like they are away somewhere, how can I make them happy? അതിനുള്ള ഏറ്റവും ബെസ്റ്റ്, നിങ്ങളുടെ അടുത്തില്ലെങ്കിൽ എന്ത് ചെയ്യണ്ടേ, എല്ലാ ദിവസവും വിളിക്കാറുണ്ടോ പേരൻസിനെ? Yes. പേരൻസിനെ വിളിക്കുന്നത് നിർബന്ധമായിട്ട് ഒരിക്കലും വിളിക്കാതിരിക്കരുത്. അവരിങ്ങോട്ട് വിളിക്കുന്നതിന് മുമ്പ് തന്നെ അവരിങ്ങോട്ട് പലപ്പോഴും ചെയ്യുന്നില്ല, അവരിങ്ങോട്ട് വിളിക്കും. അപ്പൊ നിങ്ങളിങ്ങനെ അത് അവരുടെ ജോബാന്ന് കരുതും. അതിന് പകരം നിങ്ങൾ അങ്ങോട്ട് വിളിക്കുക. ആദ്യത്തെ കാര്യം നിങ്ങൾ അങ്ങോട്ട് വിളിക്കുക. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഡിജിറ്റൽ കാർഡ്സ് ഒക്കെ ഡിസൈൻ ചെയ്ത് അവർക്ക് അയക്കുക. അതായത് ഈ ഫാമിലി ഫോട്ടോസ് വെച്ചിട്ട് അതിനെ മോഡിഫൈ ചെയ്തിട്ട് പല പിക്ചേഴ്സ് ഒക്കെ ഉണ്ടാക്കിവിടെ. ഇപ്പൊ മദേഴ്സ് ഡേക്ക് അയക്കാം, ഫാദേഴ്സ് ഡേക്ക് അയക്കാം, എന്താണ് അവരുടെ ബർത്ത്ഡേസ് അയക്കാം. അപ്പം നിങ്ങൾ യു ഫൈൻഡ് ഔട്ട് എ റീസൺ ടു സെൻഡ് സം ഓൺലൈൻ ഡിജിറ്റൽ. അതിന് 5 പൈസ യു ഡോണ്ട് നീഡ് ടു സ്പെൻഡ്. നിങ്ങൾക്ക് നല്ല കോട്ട്സ് ഡെയിലി നിങ്ങൾക്ക് യു ജസ്റ്റ് എന്തെങ്കിലും ഒരു കോട്ട് നല്ല പോസ്റ്റേഴ്സോ അല്ല വീഡിയോസോ സംതിങ് കണക്ടിങ് ദ, അതായത് ഫാദർ മദർ യു ആർ ഗ്രേറ്റ് എന്നുള്ള രീതിയിലുള്ള നല്ല പോസ്റ്റേഴ്സ് ഒക്കെ അയച്ചു കഴിഞ്ഞാൽ ദേ ഫീൽ വെരി വെരി ഹാപ്പി. ആക്ച്വലി അവരെ വിളിക്കണം, ഡിജിറ്റൽ പോസ്റ്റേഴ്സ് അയക്കുക. അതാണ് നമ്മൾ ഈ മാസം ചെയ്യേണ്ടത്. ഓക്കെ, റൈറ്റ്. അടുത്തത് അതുപോലെ വോയിസ് നോട്ട്സ് അയക്കാം കേട്ടോ. നിങ്ങൾക്ക്
ഈ ഫോൺ ചെയ്യുമ്പോഴും അല്ലാതുള്ള നല്ല നല്ല വോയിസ് നോട്ട്സ് വേണമെങ്കിൽ ചില നല്ല പോയംസ് ഒക്കെ ഇല്ലേ, അത് നിങ്ങൾ നിങ്ങളുടെ വോയിസിൽ പാടാം, അല്ലെങ്കിൽ ഒരു സ്റ്റോറി പോലെ പറയാം, അത് വോയിസ് നോട്ടായിട്ടൊക്കെ അവർക്ക് അയക്കാം. അതായത് അവർക്ക് തോന്നണം യു ആർ സ്പെൻഡിങ് സം ടൈം ഫോർ ദം. ഓക്കെ, അപ്പൊ അതിന് നിങ്ങളുടെ 8 hours ഉണ്ട് മൈൻഡിന് വേണ്ടിയുള്ള. അതിനകത്ത് 5 minutes അതായത് നിങ്ങൾ ടൈമിനെ അലൊക്കേറ്റ് ചെയ്യുക. ഫോർ മൈ പേരൻസ് എവറി ഡേ ഐ ആം ഗോയിങ് ടു സ്പെൻഡ് 10 minutes. ആ 10 minutes മതി. അതിൽ ചിലപ്പോൾ 5 minute നിങ്ങൾ ഫോൺ ചെയ്യലായിരിക്കും, ബാക്കി ഇതേപോലുള്ള മെസ്സേജസ് അയക്കാൻ വേണ്ടിയായിരിക്കും. 10 minutes or 15 minutes ഇനഫ്. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും 8 hours ഉണ്ട്. അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പിന്നെ പേരൻസിന്റെ അടുത്ത് സോറി പറയാൻ പഠിക്കണം കേട്ടോ. നിങ്ങൾ ബൈ ചാൻസ് അങ്ങനെ എന്തെങ്കിലും ചെയ്യാതിരിക്കുക, എന്തെങ്കിലും പറഞ്ഞാൽ ഓൾവേസ് ട്രൈ ടു സേ ഐ എം സോറി എന്ന് പറഞ്ഞ് പോയിട്ട് അവർക്ക് അവരുടെ വിഷമം മാറ്റുക. ഓക്കെ, സാർ, ഇപ്പോ പാരന്റ്സ് വിഷമിച്ചിരിക്കുകയാണെങ്കിൽ എങ്ങനെ ഹാപ്പി ആക്കാൻ പറ്റും അവരെ? നിങ്ങളുടെ പേരൻസ് വിഷമിച്ചിരിക്കുന്ന സമയത്ത് ബാക്കിൽ കൂടെ പോയിട്ട് ഒന്ന് ഹഗ് ചെയ്താൽ തന്നെ അവർക്ക് ഭയങ്കര സന്തോഷമാവില്ലേ? വിഷമിക്കണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ എന്നിട്ട് ഒന്ന് ആലോചിച്ച് നോക്കിയേ, എത്ര വിഷമിച്ചിരിക്കുന്ന ഒരു അമ്മയും മക്കള് ബാക്കിൽ കൂടെ വന്നിട്ട് ഒന്ന് ഹഗ് ചെയ്തിട്ട് അമ്മ വിഷമിക്കണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഒരു മൊമെന്റിൽ എല്ലാം മറന്നു പോവര്. മനസ്സിലായില്ലേ? അങ്ങനെയൊക്കെയുള്ള യൂണിറ്റ് എക്സ്പ്രസീവ് അല്ല. അല്ലെ പോയി ചോദിക്കുക എന്താ വിഷമിച്ചിരിക്കുന്നത് ചോദിക്കുമ്പം ദേ നീഡ് അവർക്കൊക്കെ വേണ്ട ചില അവർക്ക് ആരോടെങ്കിലും സംസാരിക്കണം. അവരുടെ ഫസ്റ്റ് ചോയ്സ് ആണ്. ഇപ്പൊ നിങ്ങളുടെ അമ്മ അച്ഛനുമായിട്ട് വഴക്കുണ്ടാക്കിയിട്ടിരിക്കുകയാണ്, അപ്പൊ അച്ഛൻ പോയി, അമ്മ വിഷമിച്ചിരിക്കുകയാണ്. സോ അമ്മ വാണ്ട്സ് ടു ടോക്ക് ടു സമ്മൺ. ഓക്കെ, സോ ബെസ്റ്റ് തിങ് എന്താണ്, അവിടെ ചെന്നിട്ട് ഒന്ന് ഹഗ് ചെയ്തിട്ട് എന്താ പ്രശ്നം പറയൂ. അമ്മ പറയും. അപ്പൊ യു ജസ്റ്റ് ബി എ ഗുഡ് ലിസണർ. എന്നിട്ട് അത് ഇഗ്നൈറ്റ് ചെയ്യല്ല വേണ്ട, അത് യു നീഡ് ടു കൺസോൾ. അവസാനം ഇവര് തമ്മിൽ വീണ്ടും ഫൈറ്റ് കൂടുതലല്ലേ വേണ്ട, ശരിയാക്കി കൊടുക്കേണ്ടത്. എല്ലാ ദിവസവും അച്ഛനും അമ്മയൊക്കെ തല്ലുണ്ടാക്കുന്നുണ്ടാവും. അതൊക്കെ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാ കറക്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, എനിത്തിങ് എൽസ്? വൺ മോർ ക്വസ്റ്റ്യൻ ലാസ്റ്റ്. ഇതൊന്നും നിങ്ങളുടെ സിലബസിനകത്ത് ഞാൻ ഈ പറഞ്ഞ സാധനം എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അച്ഛനും അമ്മയായിട്ടുള്ള സാധനമൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞ അസൈൻമെന്റ് ഉണ്ടോ? നിങ്ങൾ ഈ എല്ലാം A+ ഒക്കെ വാങ്ങുന്നു പറഞ്ഞു, ഇതിനകത്ത് എവിടെയെങ്കിലും ഈ ഇതിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ ഇതൊക്കെയാണ് ലൈഫിൽ വേണ്ടത് ആദ്യം. അല്ലാതെ നിങ്ങൾ സൈൻ തീറ്റയും കോസ് എല്ലാം പഠിച്ച് A+ വാങ്ങുന്നതിനേക്കാളും വാല്യൂ ഉണ്ട് നിങ്ങളുടെ പേരൻസിനെ നിങ്ങൾ ഹാപ്പി ആക്കിയാൽ. അത് നിങ്ങൾക്ക് തരുന്ന കോൺഫിഡൻസ് ലെവൽ ഭയങ്കരമാണ്. ഓക്കെ, ഇനി എന്താണ്? 8 hours മൈൻഡിന് വേണ്ടി എന്താ ചെയ്യുന്നത്? എന്താ 8 hours മൈൻഡിന് വേണ്ടി ഇപ്പം എന്താണ് ചെയ്യേണ്ടതെന്ന് അവള് ചോദിച്ചത്. ഓക്കെ. നമുക്കിപ്പോ ബോഡിക്കകത്തുള്ളതിനകത്ത് നമുക്ക് തൊടാൻ പറ്റില്ല. ഉറക്കം, എക്സസൈസ് അത് കഴിഞ്ഞു, പഠിക്കാനുള്ളത് അത് കഴിഞ്ഞു. ഇനി 8 hours ഫോർ മൈൻഡ് മൊബൈൽ റീചാർജ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. നമ്മളെ മൈൻഡിനെ അത് ഹാപ്പിനെസ് കിട്ടുന്ന ഐറ്റംസ് ആണ് ഈ മൈൻഡിനകത്ത് മൊത്തം കിട്ടുന്നത്. നിങ്ങൾ ഈ കിടന്ന് ഉറങ്ങുമ്പോഴും എക്സസൈസ് ചെയ്യുമ്പോഴും മൈൻഡിന് വലിയ ഹാപ്പിനെസ് ഈ ഏജിൽ കിട്ടത്തില്ല. നിങ്ങൾക്ക് ഗെയിം കളിക്കാൻ പോകുമ്പോൾ നല്ല ഹാപ്പിനെസ് കിട്ടും, നല്ല ആ ഹെൽത്തിന് വേണ്ടി. നിങ്ങൾ 1 hour ഫോർ ഹെൽത്ത് എന്ന് വെച്ചാൽ ഇപ്പം കരാട്ടെ പഠിക്കാൻ പോകുമ്പോൾ അധികം ഹാപ്പിനെസ് പഠിക്കുമ്പോൾ കിട്ടത്തില്ല, കാര്യം ഭയങ്കര സ്ട്രെയിൻ ആയിരിക്കും തരുന്നത്. അതേസമയം നിങ്ങൾ പോയി ഫുട്ബോൾ കളിക്കുക, ഷട്ടിലൊക്കെ കളിക്കുമ്പോൾ അത് ഹാപ്പിനെസ് ഒന്നും കിട്ടും. പഠിക്കുന്ന സമയത്ത് എന്നും ഹോംവർക്കും ഇതും അതിനകത്തൊന്നും വലിയ ഹാപ്പിനെസ് ഒന്നും കിട്ടത്തില്ല. മാർക്ക് വരുമ്പോൾ മാത്രം ഫസ്റ്റ് റാങ്ക് കിട്ടിയാൽ യു വിൽ ബി ഹാപ്പി. പക്ഷേ ആ 8 hours ഫോർ മൈൻഡ് എന്ന് വെച്ചാൽ എല്ലാം ഹാപ്പി ആവുന്ന കാര്യങ്ങളാണ്. അത് നിങ്ങളൊരു 100 ടാർഗറ്റ്സ് ചെയ്യുക. അതിനകത്ത് ഈ 100-നകത്ത് ഒരു 10 ആനുവലി കംപ്ലീറ്റ് ചെയ്യേണ്ട സാധനമാണ്. അതായത് ഈ വർഷം ഐ വിൽ ലേൺ ഒരു ഇൻസ്ട്രുമെന്റ് പഠിക്കും. അതൊരു 1 year കൊണ്ട്, അല്ലെ ഒരു ലാംഗ്വേജ് 1 year ഐ വിൽ ലേൺ 1 language. കാര്യം നിങ്ങൾക്ക് ഏതായാലും ഒരു പുതിയ അഡീഷണൽ ലാംഗ്വേജ് പഠിക്കണം. അതൊരു 1 year കൊണ്ട് നിങ്ങൾ ടാർഗറ്റ് ചെയ്യുക. ഒരു ലാംഗ്വേജിന്റെ ബേസിക്സ്. ഒരു ശരിക്കും ലാംഗ്വേജ് പഠിക്കണമെങ്കിൽ 5 years വേണം. അറ്റ്ലീസ്റ്റ് ഒരു ആനുവൽ ആയിട്ട് നിങ്ങൾ പറയുകയാണ് നമ്മൾ ഈ എന്റെ ആനുവൽ ടാർഗറ്റ് ഒരു ലാംഗ്വേജ് ഐ വിൽ പഠിക്കുക. പക്ഷേ ആ ആനുവൽ ആയിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ എവറി വീക്ക് നിങ്ങൾ 2 hours എങ്ങാനോ അല്ലെങ്കിൽ ഡെയിലി ഒരു 15 minute എങ്ങാനോ ഇതിന്റെ ഓഡിയോ ഒക്കെ കേൾക്കണം. ഇറ്റാലിയൻ ലാംഗ്വേജ് അല്ലെങ്കിൽ ഫ്രഞ്ച് അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഫോറിൻ ലാംഗ്വേജ് സെലക്ട് ചെയ്യുക. റഷ്യൻ ഓർ ചൈനീസ് ഓർ ജാപ്പനീസ്. അതിന്റെ വീഡിയോസ് ഇപ്പൊ പഠിക്കാനായിട്ട് ഒരുപാട് ChatGPT അടുത്ത് ചോദിച്ചാൽ മതി, ഹൗ ക്യാൻ ഐ ലേൺ ദിസ് ലാംഗ്വേജ് സോ ഈസിലി. അത് പറഞ്ഞു തരും. ഇന്ന ആപ്പ് ഉപയോഗിക്കുക, ഈ ഓഡിയോ കേൾക്കുക എന്ന് പറഞ്ഞു. അപ്പൊ അതിനുവേണ്ടി വീക്ക്ലി 2 ടോയ്സ് മൈ ലാംഗ്വേജ് ക്ലാസ്. അതൊരു വീക്ക്ലി ടാർഗറ്റിനകത്ത് 2 hour ഹാഫ് ആൻ അവർ ഇട്ട് കൊടുക്കുക. അങ്ങനെ ഡിഫറെന്റ് ഒരു ഇൻസ്ട്രുമെന്റ് പഠിക്കാനായിട്ട് വീക്ക്ലി 1 hour അങ്ങനെ ഇടുക. ഡെയിലി ചെയ്യേണ്ട റുട്ടീൻ, ഇപ്പം പേരൻസിന് വേണ്ടി 15 minutes ഡെയിലി, എന്റെ ഫ്രണ്ട്സിന് വേണ്ടി 15 minutes. അങ്ങനെ ഓരോ കാര്യങ്ങൾ നിങ്ങൾ വീക്ക്ലി ഒരു 5 ഫ്രണ്ട്സിനെ ഫോൺ ചെയ്യുന്ന നിങ്ങൾ ടാർഗറ്റ് ഇട്ടാൽ 5 ഫ്രണ്ട്സ് ഇങ്ങോട്ടും വിളിക്കും. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള കാര്യം സോഷ്യൽ മീഡിയ വഴി ഐ വിൽ സ്പെൻഡ് 15 minutes ഫോർ ChatGPT ഡെയിലി. ഇങ്ങനെ
ഒരു 100 ടാർഗറ്റ്സ് എഴുതി ഉണ്ടാക്കുക. ആദ്യം നിങ്ങൾ എഴുതാൻ 10 എണ്ണേ എഴുതാൻ പറ്റൂ. അത് മെല്ലെ മെല്ലെ യു വിൽ ഫൈൻ ട്യൂൺ ഈ 8 hours ഫില്ല് ചെയ്യുന്ന രീതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അതിനകത്തൊരു 90% എങ്കിലും നിങ്ങൾ അച്ചീവ് ചെയ്യാൻ നോക്കുക. അപ്പോഴത്തേക്ക് ദ ഡേ നിങ്ങൾ ലാസ്റ്റിൽ കിടന്നുറങ്ങുന്ന നേരം ഭയങ്കര ഹാപ്പി ആവും. ഇതിനു വേണ്ടി വി ആർ ഗോയിങ് ടു ഗീവ് യു എ സോഫ്റ്റ്വെയർ സൂൺ. FSത്തിന്റെ യൂസ് ചെയ്യുന്ന ടൈം എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിയിലുണ്ട്. അതിനകത്ത് സ്റ്റുഡന്റ് വേർഷൻ ഉണ്ട്, സ്റ്റുഡന്റ് ക്യാമ്പസ് എന്ന് പറഞ്ഞുകൊണ്ട് ഡിഫറെന്റ് വേർഷൻസ് ഉണ്ട്. അതിന്റെ സോഫ്റ്റ്വെയർ സ്ലോലി യു വിൽ ഗെറ്റ്. ഞങ്ങളത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ശരിയായി കഴിഞ്ഞാൽ ആ സോഫ്റ്റ്വെയർ വന്നു കഴിഞ്ഞാൽ അതിനകത്ത് എല്ലാം നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഇപ്പൊ നിങ്ങൾക്ക് യു ജസ്റ്റ് സ്റ്റാർട്ട് അണ്ടർസ്റ്റാൻഡിങ് ദീസ് തിങ്സ്. സ്ലോലി ഈ വർഷം അവസാനം ആവുന്നതിന് മുമ്പ് വി വിൽ മേക്ക് ഷുവർ ദാറ്റ് യു ആർ ഓൾ ഗെറ്റിംഗ് എ കോപ്പി ഓഫ് ദ സോഫ്റ്റ്വെയർ. ഓക്കെ, താങ്ക് യു.